വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضില്ല ലഹു വമൻ യുض്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ്. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സംഘടനാ സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദീർഘമായ സംസാരം ഞാൻ നടത്തുകയും ഒട്ടൊക്കെ മടുപ്പോടുകൂടിയാണെങ്കിലും എങ്ങനെ ഇറങ്ങിപ്പോക എന്ന് വിചാരിച്ച് സഹിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സെഷനല്ല ഇതാവേണ്ടത്. മറിച്ച് സജീവമായ ഇടപെടലുകളും ഒട്ടൊക്കെ രൂക്ഷമായ നിലയിൽ തന്നെയുള്ള പ്രതികരണങ്ങളൊക്കെയാണ് നമ്മുടെ സദസ്സിലുണ്ടാവേണ്ടത്. ഇസ്ലാമിക കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യലാണ് നമ്മുടെ ഉദ്ദേശം. പഠിപ്പിക്കലോ അല്ല. ഇവിടെ ഒരാൾ മാത്രം ഉയർന്നതും മറ്റുള്ളവർ താഴെയുള്ളവരും എന്ന ചിന്തയും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ദുനിയാവിലും പരലോകത്തിലും നമുക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സ് അങ്ങനെയായിരുന്നു. എനിക്കിവിടെ വന്നിരുന്നപ്പോൾ അതാണ് മനസ്സിൽ വന്ന കാര്യം. അർക്കമിൻ്റെ വീടായ ദാറുൽ അർക്കമാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ മദ്രസ. 13 ആളുകളാണ് പഠിതാക്കളായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ അബൂബക്കർ സിദ്ദീഖ് പോലുള്ള ശ്രേഷ്ഠരുണ്ടായിരുന്നു. സുബൈർ ഇബ്നു അവ്വാമിനെ പോലുള്ള ചോരത്തിളപ്പുള്ള യുവാക്കളുണ്ടായിരുന്നു. അമ്മാർ ഇബ്നു യാസിറിനെ പോലെ, അലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള MSMകാരുണ്ടായിരുന്നു. അവിടെ നിന്നും താഴേക്ക് പോകുന്ന ബാലവേദിക്കാരും ചിലരുണ്ടായിരുന്നു. 1, 2, 3 MGMകാരും സുമയ്യ, ഖദീജ റളിയല്ലാഹു അൻഹുമ പോലുള്ളവരുണ്ടായിരുന്നു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യമാണ് പറഞ്ഞു കൊടുത്താൽ ഉടനെ അവർ തിരിച്ചു ചോദിക്കും, അതെന്താ അങ്ങനെ? അതെന്താണ് നബി നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ആ ചോദ്യം സദസ്സിൽ നിന്ന് ഉയരാത്ത കാലം വന്നു തുടങ്ങിയപ്പോഴാണ് ഇസ്ലാം ഞങ്ങളെപ്പോലുള്ള ചിലരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിപ്പോയത്. ഞങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങൾ ചോദിക്കൂല എന്ന ധാർഷ്ട്യം അതൊരു അഹങ്കാരമായി വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അദ്ദീനു അന്നസീഹ, നമ്മൾ കേട്ടതാണ്. മതം ഗുണകാംക്ഷയാണ്. ആരോട് എന്ന ചോദ്യം വന്നു. ലിമൻ യാ റസൂലല്ലാഹ്, ആരോട്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ല, അള്ളാഹുവിനോട്. ഉടനെ അടുത്ത ചോദ്യം, അതെങ്ങനെയാണ്? അള്ളാഹ്ക്കിപ്പോൾ ഗുണം വരാൻ നമ്മൾ വിചാരിച്ചിട്ട് വേണോ?
നിങ്ങളതൊന്ന് വിശദീകരിച്ച് പറഞ്ഞാണ്. അപ്പോൾ അത് വിശദീകരിച്ചു കൊടുത്ത് അടുത്തയാൾ ചോദിച്ച് സുമ്മ ലിമൻ, പിന്നാരോടാ? അപ്പോൾ അതിൻ്റെ മറുപടിയാണ് വലി റസൂലിഹി. അതെങ്ങനെ? മൂന്നാമത്തെ ചോദ്യം, പിന്നെ ആരോടെങ്കിലും ഉണ്ടോ? വലിയ അയിമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതൃത്വത്തോട്. അതെങ്ങനെ? നാലാമത്തെ ചോദ്യം, പിന്നെ ആരോടെങ്കിലും ഉണ്ടോ? വലിയ ആമ്പത്തിഹിം, പൊതുജനത്തോടും. അപ്പോൾ ഇങ്ങനെ വിഷയങ്ങളെ ചോദ്യങ്ങളിലൂടെ വിശദീകരിക്കപ്പെട്ടപ്പോഴാണ് ഒന്നിനും കൊള്ളാതിരുന്ന ഒരു സമൂഹം എല്ലാമായി മാറിയത്. ചോദ്യങ്ങൾ അവസാനിക്കുന്നിടത്ത് മരവിപ്പ് തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചിന്ത ആദ്യം മനസ്സിലുണ്ടാവണം. രണ്ടാമത് മതവുമായി ബന്ധപ്പെട്ട കാര്യം, ഇന്ന ഹാദദ്ദീന യുസുർ, അടിസ്ഥാന പോളിസിയാണ്. ഈ ദീന് മറ്റുള്ളവയെ പോലെയല്ല. ഇത് ആചരിക്കാൻ, നടപ്പിൽ വരുത്താൻ വളരെ എളുപ്പമുള്ളതാണ്. വലയുസാദ അഹദുൻ, ഇതിനെ കഠിനമാക്കാൻ, പ്രയാസകരമാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ, അതാരാണെങ്കിലും ശരി, ഇല്ലാ കൊലബ, അയാൾ പരാജയപ്പെടും. അപ്പോൾ ഈ രണ്ട് തത്വങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ വൈകുന്നേരമാക്കുക ഇൻഷാ അല്ലാഹ്. നമ്മുടെ മുമ്പിൽ ഒരു സ്പെസിഫിക്കായ വിഷയമുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഊന്നിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവേണ്ടത്. ഞാൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഏത് ചോദ്യത്തിനും മറുപടി ഉണ്ടാകും, എനിക്കറിയില്ല എന്നെങ്കിലും. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരുന്നു? ഇമാം മാലിക് റഹിമഹുല്ലാഹയോട് എന്ത് ചോദ്യം ചോദിച്ചാലും എനിക്കറിയില്ല എന്ന് പറഞ്ഞിരുന്നു. എനിക്കറിയില്ല, ഇജ്ജ് വേറെ എവിടെയെങ്കിലും പോയി ചോദിച്ചോ എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഞാനത് പറഞ്ഞെന്തറിയോ, അയാളുടെ അടുത്ത് പോയിട്ട് അങ്ങനെ ചോദിച്ച് ഇങ്ങനെ ചോദിച്ച് മൂപ്പർ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ മുങ്ങി എന്ന് പറയേണ്ടി വരില്ല. എനിക്കറിയാത്തതാണെങ്കിൽ ഞാൻ അറിയില്ല എന്ന് തന്നെ പറയും. ഓക്കെ. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം റമളാൻ ആണല്ലോ. റമള യർമിളു എന്നാൽ ചൂടാവുക എന്നാണ് അർത്ഥം. ദേഷ്യപ്പെട്ട് ചൂടാവുകയെന്നല്ല. മണൽ ചൂടായിട്ട് അതിൽ ചവിട്ടുന്ന കാലിൻ്റെ വെള്ളഭാഗം ചൂടാവുക എന്നതിനാണ് റമളാൻ എന്ന് പറയുക. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ റമളാൻ എന്ന് പറഞ്ഞാൽ എന്നർത്ഥം പറഞ്ഞത്. എന്താണ്? കരിച്ച് കളയുന്നത് എന്നർത്ഥം പറഞ്ഞാൽ അതുകൊണ്ടാണ്. സ്വലാത്തുൽ അവ്വാബീന ഹീന തർമലുൽ ഫിസ്വാൽ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹദീസിൽ റമള കാണുന്ന ഒരിടമാണത്. സ്വലാത്തുൽ അവ്വാബീന ഹീന തർമലുൽ ഫിസ്വാൽ. ളുഹാ നമസ്കാരത്തിൻ്റെ പല പേരുകളിൽ ഒന്നാണ് അവ്വാബീൻ നമസ്കാരം എന്നത്. അതിൻ്റെ ഉത്തമമായ സമയം ഏതാണ് എന്ന ചോദ്യത്തിനാണ് ആ മറുപടി വന്നത്. അത് ഒട്ടകക്കുട്ടി, അതാണ് ഫിസ്വാൽ. ഒട്ടകക്കുട്ടിയുടെ കുളമ്പ് മണലിൽ തട്ടി ചൂടാകുന്ന സമയമാണ്. അപ്പോൾ റമളാൻ എന്ന് പറഞ്ഞാൽ ചൂടാവുക എന്നർത്ഥം. റമളാൻ എന്ന് പറഞ്ഞാൽ ഒരു ചൂടാക്കൽ എന്നാണ് അർത്ഥം. ഇരുമ്പ് ചൂടാക്കിയാൽ എന്തുണ്ടാവുക? എന്താണ്? നമ്മുടെ വിഷയത്തിൻ്റെ ആകത്തുകയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയും, ഇരുമ്പ് ചൂടാക്കിയാൽ എന്തുണ്ടാകും? മാലിന്യം പോകും. പഴുപ്പിച്ചാലോ ഇരുമ്പ് പ്യുവറായി മാറും അല്ലേ? അപ്പോൾ ഒരു വസ്തു വ്യവസ്ഥാപിതമായി ചൂടാക്കുകയാണെങ്കിൽ അത് ശുദ്ധമാവുകയാണ് ചെയ്യുക. അപ്പോൾ റമളാൻ കൊണ്ട് ചൂടാവേണ്ടത് എന്താണ്?
റമദാൻ കൊണ്ട് ചൂടാവേണ്ടത് എന്താണ്? ആത്മാവ്. ചൂടാക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെ നമ്മളെ ചൂടാക്കി നമ്മളിലെ മാലിന്യങ്ങൾ പുറത്ത് കളയാനുള്ള ഒരത്യപൂർവമായ ചികിത്സാ കാലമാണ് റമദാൻ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അബൂ സുഫിയാനിൻ്റെ ഭാര്യ ഹിന്ദ് ബിന്ത് ഉത്ബ, ആ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പറഞ്ഞോളി. ആ സ്ത്രീയെക്കുറിച്ച് നമുക്ക് എന്തറിയാം? പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മൈക്കോണോ? പറഞ്ഞോളൂ. നിങ്ങളിൽ ഖത്തീബുമാരുണ്ടല്ലോ. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി വഹ്ശിക്ക് കൈക്കൂലി കൊടുത്തവൾ. പിന്നെ ഹംസ മരണപ്പെട്ട് കിടക്കുന്ന ഹംസയുടെ കരൾ കുത്തിപ്പിഴിഞ്ഞ് കടിച്ച് ചവച്ചവൾ. ഹംസയുടെ മൂക്കും ചെവിയും ചെത്തി മാല കോർത്ത് ഉഹദിൽ താണ്ഡവ നൃത്തമാടിയവൾ. ഈ ഹിന്ദ് നമ്മുടെ മനസ്സിലെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ക്രൂരത വിറ്റുന്ന ഒരു കഥാപാത്രമാണ്. ഒരു സ്ത്രീക്ക് എത്രമാത്രം അധപ്പതിക്കാൻ പറ്റുമോ അത്രമാത്രം. നിങ്ങളറിയാത്തൊരു സംഗതി കൂടി ഞാൻ പറഞ്ഞുതരാം. അവർ വഹശിക്ക് കൊടുത്ത ഓഫറുകളിൽ ഒന്ന് സ്വാതന്ത്ര്യമായിരുന്നു, 2 4 തലമുറയ്ക്കെങ്കിലും ജീവിക്കാനുള്ള സമ്പത്തായിരുന്നു, 3 സ്വന്തം ശരീരമായിരുന്നു. ഒരു മനുഷ്യൻ എത്രമാത്രം അധപ്പതിച്ച് നോക്കാൻ അല്ലേ? ശരി, ഒരു 5 കൊല്ലം ആണ്ട് ഒഴിവാക്കുക. ഇത് ഹിജറ 2-ാം 3-ാം കൊല്ലത്തിലാണ് ഈ സംഭവം ഉള്ളത്. ഹിജറ 8-ാമത് വർഷത്തിൽ മക്ക വിജയത്തിൻ്റെ നാളിൽ അവർ മുസ്ലിമാവുന്നു. മക്ക വിജയം കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചുപോയി. ഹിജറ 9-ാം കൊല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാമിലെ ആദ്യത്തെ ഹജ്ജ് നടന്നു. അവിടെ ഒരു ധാരണ തിരുത്താനുള്ളതേ, ഞങ്ങൾ മലപ്പുറംകാരുടെ വയസ്സന്മാരൊക്കെ പറയും ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ ഹജ്ജും വെള്ളിയാഴ്ചയും കൂടെ ഒന്നിച്ച് വരുന്ന ദിവസത്തിനാണ്. നിങ്ങളും അങ്ങനെ തന്നെ പറയാം. ഞങ്ങൾ സൂറത്ത് തൗബയിൽ ആദ്യത്തെ 2-3 ആയത്തിനുള്ളിൽ തന്നെ ഹജ്ജുൽ അക്ബറിൻ്റെ കഥ പറയും. ആ പേരിൽ തന്നെ അതൊരു വ്യാഴാഴ്ചയായിരുന്നു. ആ ഹജ്ജിൻ്റെ നേതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒക്കെ വെറുതെ എക്സ്ട്രാ അപ്പുറത്തേക്ക് തള്ളി വെച്ചേക്കണം, നമ്മളെ വിഷയത്തിരിക്കാൻ വരികയാണ്. ഹിജറ 10-ാം കൊല്ലത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വരുന്നു. ഹജ്ജൊക്കെ കഴിഞ്ഞ് അറഫയിലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മൂടുപടമിട്ട് ഒരു സ്ത്രീ കടന്നു വരുന്നു. എന്നിട്ട് അവർ ചോദിക്കുന്നു, നബിയെ, ഒരാളുടെ ഭർത്താവ് വീട്ടു ചെലവിന് ആവശ്യമായ പണം തരൂല, അയാളൊരു പിശുക്കനാന്ന് വെച്ചോളി, വീട്ടാവശ്യത്തിന് അത്യാവശ്യമായി വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഭാര്യ ആ ഭർത്താവിൻ്റെ കുപ്പായത്തിൽ നിന്ന് അയാൾ അറിയാതെ ചില്ലറ നാണയത്തുട്ടുകൾ എടുത്താൽ അതുകൊണ്ട് അവളുടെ പരലോകം നഷ്ടപ്പെടുമോ? എന്താ പറയുക, നിങ്ങൾക്ക് ഒരു രസകരമായിട്ട് പറ്റുമോ? എൻ്റെ പോക്കറ്റിൽ ഷർട്ട് അലക്കാനിടുമ്പോൾ ഭാര്യ അതിലുണ്ടായിരുന്ന പൈസ എടുത്ത് വലിയ നോട്ടൊക്കെ അവിടെ തന്നെ വെച്ച് ചെറുതൊക്കെ അവൾ മുക്കി തന്നെയല്ലേ പറയാം നമ്മൾ അല്ലേ? ആ മുക്കുന്നത് കൊണ്ട് അവരുടെ പരലോകം നഷ്ടപ്പെടുമോ എന്ന ചോദ്യം. അങ്ങനെ ഒരു ചിന്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഇത്ര കാലമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതൊരു പക്ഷേ നമ്മുടെ അവകാശമായിട്ട് നമ്മൾ കാണുന്നത്. അവകാശമായിട്ടല്ലെങ്കിലും നമ്മളത് വകവെച്ച് കൊടുക്കുന്നവരുമാണ് അല്ലേ? അതവർക്ക് ചെയ്യാം. പക്ഷേ ഈ ചോദ്യം ഉയർത്തുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ പരലോകത്തെ എത്രമാത്രം ഭയപ്പെടുന്നുണ്ട്?
ഉണ്ടോ ഇല്ലേ? ആ സ്ത്രീയുടെ പേര് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടിയാണ് പറയുക? ഖദീജ, ആയിഷ, ഹഫ്സ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ, പിന്നെ ആരുടെയെങ്കിലും പേരാണ് പറയുക. ആ ചോദ്യം അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഞാൻ പറയുക, നേരത്തെ പറഞ്ഞ അതേ ഹിന്ദ് ബിൻത് ഉത്ബ എന്നാ പറയാം. നേരത്തെ നമ്മൾ കണ്ടത് എന്താണ്? ഒരു മനുഷ്യൻ്റെ കരൾ കുത്തിപ്പൊളിച്ച്, ശരീരം കുത്തിപ്പൊളിച്ച് കരൾ മാന്തി പുറത്തെടുക്കുന്നു. ഇപ്പോൾ അവർ തന്നെ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് ചില്ലറ നാണയം എടുക്കുന്നത് പോലും ഭയപ്പെടുന്നു. എന്തായിരിക്കാൻ കാരണം? അവർ ചൂടായി അല്ലേ? അവരെ ചൂടാക്കി, അവരവരെ ചൂടാക്കി അവരുടെ ഉള്ളിലും പുറത്തുമുണ്ടായിരുന്ന എല്ലാ മാലിന്യങ്ങളെയും കളഞ്ഞ് അവർ ഉലയിലിട്ട ഇരുമ്പ് പോലെയായി. നമ്മളെന്താ പറയുക? ഊതിക്കാച്ചിയ പൊന്നായി. 2 റമളാനാണ് അവർക്ക് കിട്ടിയത്. ഹിജറ 9-ലും 10-ലുമുള്ള 2 റമളാൻ. 15 വയസ്സ് മുതൽ നോമ്പ് നിർബന്ധമായിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ ഞാൻ ഈ നിൽക്കുന്നത് ഇപ്പോൾ 46-ാമത്തെ നോമ്പിലാണ്, റമളാനില്ല. ഞാൻ എത്ര മാറണം? ഇപ്പം ഞാൻ പറഞ്ഞു മനസ്സിലായോ റമളാൻ എന്നാൽ എന്താണ് അല്ലേ? ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഹദീസ് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹി ബാഅദല്ലാഹു വജ്ഹഹു അനിന്നാരി ബിദാലിക്കൽ യൗമി ബിസബഈന ഖരീഫ. എഴുതുന്നില്ലല്ലോ? നിങ്ങൾ എഴുതുന്നുണ്ടോ? മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹി ബാഅദല്ലാഹു വജ്ഹഹു അനിന്നാരി ബിദാലിക്കൽ യൗമി ബിസബഈന ഖരീഫ. അറബി ബുദ്ധിമുട്ടാണെങ്കിൽ അർത്ഥം എഴുതാം. ഒരു നോമ്പ്, ഒരൊറ്റ നോമ്പ് അല്ലാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഒരാൾക്ക് അനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ, ഇവിടെ ചർച്ച അവിടെ മുട്ടുക, അതെങ്ങനെയാണെന്ന് അല്ലേ? നമ്മുടെ ചർച്ച എത്തേണ്ടത് അവിടേക്കാണ്. അതെങ്ങനെയാണ്? ഒരൊറ്റ പകൽ അല്ലാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഒരാൾക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞാൽ ആ നോമ്പ് കാരണമായി അയാളുടെ ശരീരത്തെ അല്ലാഹു നരകത്തിൽ നിന്ന് 70 വർഷം വഴി നടന്നാൽ എത്തുന്ന അത്രയും ദൂരേക്ക് രക്ഷപ്പെടുത്തിയെടുക്കും. 70 വർഷം വഴി നടന്നാൽ എത്തുന്ന എത്ര ദൂരമാണോ അത്രയും ദൂരേക്ക് അല്ലാഹു അയാളെ രക്ഷപ്പെടുത്തിയെടുക്കും. അതല്ലേ നമ്മളാ കണ്ടത് അല്ലേ? ഹിന്ദിൽ നമ്മൾ കണ്ടത് അതാണ്. 30 നോമ്പ് നോറ്റ് 240 റക്അത്ത് വിത്ത് തഹജ്ജുദ് തറാവീഹ് നമസ്കരിച്ച് 4-5 ഖത്തം തീർത്ത് പരമാവധി സ്വതക്കയും വർദ്ധിപ്പിച്ച്, പക്ഷെ 30-ാമത്തെ രാത്രിയിൽ വല്യപ്പയും വല്യമ്മയും പേരക്കുട്ടികളും മക്കളും ഒക്കെ കൂടെ കൂടിയിട്ട് അതൊക്കെ കൂടെ പടക്കം പൊട്ടിച്ചൊരു ആഘോഷമായിട്ടാണ് കളഞ്ഞു എന്നത് ആരെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്? മക്കക്കാരെ കുറിച്ചാണോ അതോ നമ്മളെക്കുറിച്ചാണോ? എന്തോ ഒരു കഷ്ടപ്പാടിൻ്റെ കാലം കടന്നുപോയതിൻ്റെ സന്തോഷം പോലെ അല്ലേ? അപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായി മാറ്റമുണ്ടാവണം. നമുക്കൊന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇവിടെ 9:30 ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് എപ്പോൾ തുടങ്ങിയതാ ഒരുക്കം? ഒന്ന് എണ്ണി പറഞ്ഞു നോക്കാണേ, എന്തൊക്കെ ചെയ്തു? എന്നും ചെയ്യാത്ത എന്തെല്ലാം ഒരുക്കങ്ങൾ വീട്ടിൽ നടത്തി.
വൈകുന്നേരം വരെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് വരേക്ക് ക്രമപ്പെടുത്തി വെച്ചില്ലേ? എല്ലാം തീർത്തിട്ടാണ് വന്നത്. ഇത് ഏത് കാര്യത്തിലും ഇങ്ങനെ തന്നെയല്ലേ? ഒരു പ്രീ പ്ലാൻഡ് ഒരു മുന്നൊരുക്കം നടത്തുമല്ലോ, നടത്തും. എങ്കിൽ റമദാനിനൊരു മുന്നൊരുക്കം ഉണ്ടാവില്ലേ? നമസ്കരിക്കണമെങ്കിൽ അശുദ്ധി ഇല്ലാതാവണം, നീക്കണം, ഒളു എടുക്കണം, കിബില മനസ്സിലാവണം, നമസ്കരിക്കുന്ന സ്ഥലവും ശരീരവും വസ്ത്രവും ശുദ്ധമാണെന്ന് ഉറപ്പ് വരുത്തണം, ബാങ്ക് വിളിക്കണം, ഇഖാമത്ത് വിളിക്കണം. വേണ്ടേ? ഇതൊക്കെ നമസ്കാരത്തിൻ്റെ മുന്നൊരുക്കങ്ങളാണ്. ഈ മുന്നൊരുക്കങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പാളിയാൽ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല, അല്ലേ? ഉണ്ടാവില്ല. ഇതെല്ലാം കൃത്യമാണെങ്കിലോ ആത്മാർത്ഥതയോടുകൂടി സംതൃപ്തിയോടുകൂടി ആ ഇബാദത്ത് നിർവഹിക്കാം. എങ്കിൽ റമളാനിനുള്ള മുന്നൊരുക്കത്തിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തെല്ലാണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു ഉദാഹരണമായി പറഞ്ഞത്, കാന യകൂനു അലയ്യ സൗമ മിൻ റമളാനിൽ മാളി, കഴിഞ്ഞ കൊല്ലത്തെ റമളാനിൽ നോമ്പ്. ഇപ്പോൾ വരണം ചോദ്യം കേട്ടോ, നിങ്ങളിവിടെ എന്തിനിരിക്കാന്ന് ഈ ഹദീസ് ഞാൻ പറഞ്ഞ് തീർന്ന ഉടനെ എനിക്ക് മനസ്സിലാവും കേൾക്കാൻ വന്നതാണോ അത് ചോദിക്കാൻ വന്നതാണോ. കാന യകൂനു സൗമു മിൻ റമളാൻ, കഴിഞ്ഞ റമളാനിലെ നോമ്പ് എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. കഴിഞ്ഞ റമളാനിലെ നോമ്പ് എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. ഫമാ അസ്തതിഉ അൻ അഖ്ലിയ ഇല്ലാ ഫി ശഅബാൻ, അത് ഞങ്ങൾ അടുത്ത കൊല്ലത്തെ ശഅബാൻ മാസത്തിലാണ് നോറ്റ് വീട്ടാറുണ്ടായിരുന്നത്. കഴിഞ്ഞ റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പ് ഈ ശഅബാനിനപ്പുറം ഞങ്ങൾ മാറ്റി വെക്കാറില്ല, അത് തീർത്തിട്ടേ ഞങ്ങൾ അടുത്ത റമളാനിലേക്ക് പോകുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് അതിന് നേരായ അർത്ഥം മനസ്സിലായി. പീരീഡ്സോ മറ്റു കാര്യങ്ങളോ ആയി നമ്മുടെ വീട്ടിൽ സഹോദരിമാർക്ക് നഷ്ടപ്പെടുന്ന നോമ്പ്, പിന്നെ അത് മുലയൂട്ടലിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ കാരണങ്ങളാണെങ്കിലും അടുത്ത റമളാനിനപ്പുറത്ത് ശഅബാനിനപ്പുറത്തേക്ക് അത് നീളാൻ പാടില്ല. അങ്ങനെ ഒരു ശ്രദ്ധ നമ്മുടെ വീട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ടോ? പറയാറുണ്ടോ? ഉണ്ട്. നമ്മളെ കുഞ്ഞു മക്കളെ കൊണ്ട്, ഒരു അഡോളിസൻ്റ് സ്റ്റേജിലുള്ള മക്കളുണ്ടല്ലോ, ഒരു 20-25 വയസ്സിന് താഴെയുള്ള നമ്മുടെ പെൺകുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാറുണ്ടോ? നമ്മുടെ ഭാര്യമാരെ കൊണ്ട്, നമ്മുടെ സഹോദരിമാരെ കൊണ്ട്, നമ്മുടെ പെൺമക്കളെ കൊണ്ട്? അതോ ഇക്കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ സംസാരിക്കാൻ മടിയുള്ളവരാണോ നിങ്ങൾ? ഞാനെങ്ങനെ ഇപ്പം അവളോടത് പറയുക? പെങ്ങളല്ലേ എന്ന് മാറി നിൽക്കാറില്ലേ? ആ കുട്ടി, അവൾ പെങ്ങളാവാം, ഉമ്മയാവാം, ഭാര്യയാവാം, മകളുമാവാം. ആ നോമ്പ് നോറ്റ് വീട്ടാതെ മരിച്ചു പോയാൽ ആര് ഉത്തരവാദിത്വം ഏൽക്കും? നിങ്ങൾക്കറിയോ എത്ര നോമ്പൊക്കെ ബാക്കിയുണ്ടായിരുന്നു? നിങ്ങൾക്കറിയോ? അമ്മമാർക്കറിയായിരിക്കും അല്ലേ? നിങ്ങൾക്കറിയോ? എന്താണ് അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടിട്ട് അത് നോറ്റ് വീട്ടാതെ മരിച്ചു പോയാലുള്ള പരിഹാരം? ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന കിതാബ് സുയാമിൽ ഒരധ്യായത്തിൻ്റെ പേര് തന്നെ എന്താ നിങ്ങൾ? മമ്മാത്ത വഅലൈഹി സുയാം സ്വാമ അൻഹു വലിയുഹു. എഴുതി വെച്ചോളി. മമ്മാത്ത വഅലൈഹി സുയാം സ്വാമ അൻഹു
വലിയുഹു. മുത്തഫഖാണ് റിപ്പോർട്ട്. മൻ മാത്ത വഅലൈഹി സിയാം സ്വാമ അൻഹു വലിയുഹു. ഒരാൾ നോമ്പ് കടക്കാരനായി മരണപ്പെട്ടാൽ അയാളുടെ സ്വത്ത് അനന്തരാവകാശം എടുക്കുന്നവരാരാണോ അവർ ആ നോമ്പ് നോറ്റുവീട്ടണം. എത്ര പേർക്ക് ആ വിഷയത്തിൽ ജാഗ്രത ഉണ്ട്? പറഞ്ഞോളി. ആള് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഫിദിയ കൊടുക്കാം. ആള് മരണപ്പെട്ടാൽ ഫിദിയയില്ല. വാപ്പക്ക് അസുഖമാണ്, ഉമ്മക്ക് അസുഖമാണ്, നോമ്പെടുക്കാൻ വയ്യ, മാറാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ മാരക രോഗിയാണ്. അപ്പം ആ നോമ്പ് ആ ആള് മരിക്കുന്നതിന് മുമ്പാണെങ്കിൽ അത് ഫിദിയ കൊടുത്ത് തീരും. അന്ന് കൊടുത്തില്ല, ഇനി പറ്റില്ല, ഇനി അത് നോറ്റ് തന്നെ വീട്ടണം. ഒന്നാമത്തെ മുന്നൊരുക്കാൻ ഞാൻ പറഞ്ഞതേ, ബാക്കിയുള്ള നോമ്പുകൾ നോറ്റ് തീർക്കാൻ ഈ റമദാനിൻ്റെ മുമ്പ് സാധിക്കണം. ഇനിയുള്ള റമദാനുകളിലെങ്കിലും അത് നടക്കണം, അതിനപ്പുറം അത് പോകരുത്. കർമ്മശാസ്ത്രം മദ്ഹബി ചിന്തകളിൽ കാണാം, അത് അടുത്ത വർഷത്തേക്ക് പോയാൽ 1-ന് 2 നോറ്റ് വീട്ടിയാൽ മതി അല്ലേ, അതല്ലെങ്കിൽ ഒരു നോമ്പും ഒരു ഫിദിയയും കൊടുത്താൽ മതി എന്നൊക്കെ കാണാം. അത് ഹദീസിൻ്റെ പിൻബലമില്ലാത്ത ചർച്ചയാണ്, വിധിയാണ്. നോറ്റ് വീട്ടണം. അപ്പം അത് ബാക്കി വെക്കരുത്. ഇതിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് വരുമെന്ന് പ്രതീക്ഷിച്ച ചോദ്യം എന്താണ്? ഷഅബാന് ഷഅബാനിനപ്പുറം പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. എത്ര ആസ് ഏർലി ആസ് പോസിബിൾ അത് നോറ്റുവിട്ടുക. പക്ഷെ ഇവിടെ ഉയർന്നു വരാറുള്ള പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളൊക്കെ ജനിച്ചപ്പോൾ തന്നെ മുജാഹിദുകളായതുകൊണ്ടാണോ എന്ന് എനിക്ക് ഡൗട്ട്. ആണോ? ആണോ? നിങ്ങളുടെ നാട്ടിൽ ചിന്ത എന്താ? നിങ്ങളുടെ നാട്ടിൽ ചിന്ത എന്താ? റമദാൻ കഴിഞ്ഞാൽ ഫർള് നോറ്റ് വീട്ടിയിട്ട് സുന്നത്ത് നോൽക്കാവൂ എന്നൊരു ചിന്ത നിങ്ങളുടെ നാട്ടിലില്ല, ഉണ്ടായിരുന്നില്ല? എന്താ ചോദ്യം വരായിരുന്നു? അപ്പോൾ അത്രയും കാലം അവർ സുന്നത്ത് നോമ്പ് നോറ്റിരുന്നില്ലേ എന്നാ ചോദ്യം വരിക. ആര്? ഇത് ഞാൻ പലയിടത്തും ഞങ്ങൾ നേരിട്ടതാണ്. അപ്പോൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ സുന്നത്ത് നോമ്പ് എടുത്തിരുന്നില്ല അല്ലേ? എന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, ഫർള് വീട്ടിയിട്ടല്ലേ സുന്നത്ത് നോൽക്കാൻ പറ്റുള്ളൂ എന്നാണ് നിങ്ങളെന്ന് ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം. അപ്പം നിങ്ങളൊന്നുകൂടി അലർട്ടഡ് ആവണം. ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് കിട്ടുന്നതിൻ്റെ ഡബിൾ ശക്തിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. അപ്പോഴാണിത് ഒരു ആക്റ്റീവ് ക്ലാസ് റൂം ആവുക. നോറ്റ് പൂട്ടണം. പിന്നെ ചാൻസ് പിന്നെ ആവാൻ പാടില്ല, പോകാൻ പാടില്ല. പോകാൻ പാടില്ല. കള്ള് കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ എന്താ വിധി എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി? കള്ള് കുടിക്കാൻ പാടില്ല എന്നാ. അല്ല, കുടിക്കണോ ബിസ്മി ചൊല്ലിയാലോ എന്ന് ചോദിച്ചാൽ മോന്തക്ക് അടി കൊടുക്കണതാണ്. എന്ന മാതിരി അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്ത് പഠിപ്പിക്കുന്നു. അത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ നേരിട്ട് നമ്മളോട് പറയുന്നു. അത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്നു. അതേ സനദിലൂടെ തന്നെ അതേ പദപ്രയോഗങ്ങളിൽ തുടർന്ന് തന്നെ അത് ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ നിലപാടെന്തായിരിക്കണം? ഉത്തരാട്ടായി വരുന്നത് വമാ കാന ലി മുഅ്മിനിൻ അവരിന് വലാ മുഅ്മിനത്തിൻ പോറിക്കോളി ഇദാ ഖദല്ലാഹു വ റസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം. അവിടെ നിന്നോട്ടെ, അപ്പുറത്ത് പിന്നെ പോവാം. ഒരു മുഅ്മിനായ സ്ത്രീക്കോ പുരുഷനോ അനുവാദമില്ല, അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു നിലപാട് പ്രഖ്യാപിച്ചാൽ
പിന്നീട് സ്വാഭിപ്രായത്തിന് സ്വാതന്ത്ര്യമില്ല. അത് ദൈവധിക്കാരമാകുന്നു, പ്രവാചകധിക്കാരമാകുന്നു. വമൻ യഅസില്ലാഹ വറസൂല ഫഖദ് ളല്ല ളലാലൻ ബഈദ. അത്തരമൊരു കുറ്റകൃത്യം ഒരാളിൽ നിന്നുണ്ടായാൽ അവൻ തൗഹീദിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് അവൻ്റെ സഞ്ചാരം. ളലാലൻ ബഈദാണ്. അപ്പം അതിനപ്പുറത്തേക്ക് ചോദ്യം പോയിക്കൂടാ, പോയിക്കൂടാ. ഞാൻ വേറെ പറഞ്ഞുതരാം. ഇത് സൂറത്ത് അഹ്സാബ് അടുത്തോണ്ട് പോയിക്കോളിയും. ഫൽ യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിൻ്റെ റസൂലിന് എതിര് നിൽക്കുന്നവൻ, അവന് ദുനിയാവിലും ആഖിറത്തിലും വലിയ പരീക്ഷണങ്ങളും അതല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷയും വരുമെന്ന് ഭയപ്പെടട്ടെ എന്ന്. ഇത് നിസ്സാര വിഷയമല്ല. ഇവിടെ ഇടിയോ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് വലിച്ചാൽ കിട്ടും. സൂറത്ത് നൂറിൻ്റെ 63-ാമത്തെ ആയത്താണിത്. ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇതിങ്ങനെ ഇതിൻ്റെ തഫ്സീർ നോക്കിയാൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയും, ഫൽ അഖ്വാലു വൽ അഅ്മാലു തൂസനു ബി അഖ്വാലിഹി വ അഅ്മാലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വിശ്വാസ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു വാക്കും പ്രവൃത്തിയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനോടും പ്രവൃത്തിയോടും കമ്പയർ ചെയ്യണം, താരതമ്യപ്പെടുത്തണം. ഫമാ വാഫഖ, അതുമായി യോജിച്ചു പോകുന്നതാണ് എങ്കിൽ ഖുബില, അതാര് പറഞ്ഞാലും സ്വീകാര്യമാകുന്നു. വമാ ഖാലഫ, എന്നാൽ അതുമായി യോജിക്കാത്തതാണത് എങ്കിൽ, വിരുദ്ധമാണ് എങ്കിൽ, ഫമർദൂദുൻ അലാ ഖായിലിഹി വ ഫാഇലിഹി, അത് പറഞ്ഞവനിലേക്കും ചെയ്തവനിലേക്കും തന്നെ നിങ്ങൾ വിടണം. നിങ്ങളതിൻ്റെ പിന്നാലെ കൂടരുത്. കാഇനം മൻ കാന, അത് പറഞ്ഞത് ഏത് കൊമ്പനാണെങ്കിലും ശരി. ക്ലോസ് അല്ലേ? ക്ലോസാണ്. അപ്പോൾ പറഞ്ഞെന്താണ്? മമ്മഹത്തവൻ അലൈഹി സിയാം സ്വാമണൻഹു വലിയുഹു. എങ്ങനെയാണ്? നിലവിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? നോമ്പ് പിടിക്കാത്ത ഈ പാവം സമുദായമാണോ? സമുദായത്തെ കൃത്യസമയത്ത് ബോധവൽക്കരിക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥ പുലർത്തുന്ന ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽസാണോ? ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഈ സാധാരണ ജനത, പാവപ്പെട്ട ആമത്ത് പബ്ലിക്കിന് എന്തറിയാം? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ 34-34ാമത്തെ കൊല്ലാണ് ഈ സാധനത്തിൻ്റെ പിന്നിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും കാലം ഞാനും നന്നായില്ല ഇവനും നന്നായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നന്നാവോ? സമുദായം, ഞാൻ എപ്പോഴും പറയാൻ തരുമോ, ഇന്നലത്തെ വൈകുന്നേരത്തെ ആ കലൂർ ക്ലാസ് ഉണ്ടല്ലോ, ഇന്ന് സുബൈനൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ആ സൊഫിലുള്ള മുഴുവൻ ആളുകളും അത് പാലിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഈ സാധാരണ പാവപ്പെട്ട ജനത്തിന് ഈ പ്രസംഗിക്കാൻ നിൽക്കുന്നതിൻ്റെ 10 ഇരട്ടി ഈമാനുണ്ട്, തഖ്വയും. അവരോടത് പറഞ്ഞു കൊടുക്കുന്നതിൽ വരുന്ന വീഴ്ച മാത്രമാണ് ഇവിടെ പ്രശ്നം. നമസ്കാരത്തിൽ പാലിക്കേണ്ടുന്നൊരു മര്യാദ ഞാൻ കണ്ട ഒരു വീഴ്ച, ഒരു അബദ്ധം അവിടെ ചൂണ്ടിക്കാണിച്ച്, ഇത്രേ ഉള്ളൂ. ആ ജനം ഒന്നൊഴിയാതെ അത് അതേ അടുത്ത ജമാഅത്തിൽ തന്നെ അത് നടപ്പിൽ വരുത്തി. അതിൻ്റെ അർത്ഥം എന്താ? അവർ നിഷ്കളങ്കരാകുന്നു പൊതുജനം എന്നാണ്. അതാണിപ്പം ഞാനിവിടെ ആദ്യം പറഞ്ഞത്. എൻ്റെ വീട്ടിൽ എത്രയാൾക്ക് എത്ര നോമ്പ് നോറ്റ് വീട്ടാനുണ്ട് എന്നത് ആ വീട്ടുകാരറിഞ്ഞിരിക്കണം. ഇവിടുത്തെ ഒരു പ്രശ്നം, പെൺകുട്ടികൾക്ക് പീരീഡ്സ് ഉണ്ടാകുന്നത് ലോകത്തിൽ ആദ്യത്തെ അനുഭവം എന്നുള്ള ഭാവത്തിലാണ് ഉമ്മ നിൽക്കുന്നത്. ഇത് പുറത്താരോടും പറയില്ല. ആ മോള് ഭക്ഷണം കഴിക്കുന്നത് വരെ ആങ്ങളമാരെയും പെരക്കാരെയും കാണാതെ കട്ട് തിന്നുന്ന രൂപത്തിലാണ്.
ആണോ അല്ലേ? പണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ അവർ പറഞ്ഞെന്താ അറിയോ? ഓളെ വിചാരം ഓക്കെന്നെ ഇപ്പോൾ ആദ്യമായിട്ടുണ്ടാവണുള്ളത്. എടി, ഇത് അവ്വ ബീവി മുതൽ എല്ലാവർക്കും ഉള്ള സംഗതിയാണ്. വളരെ വളരെ കൂളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ച്. അപ്പം ഇത് ആദ്യം തീരുമാനമാക്കണം. ഇതൊരു പ്രകൃതി പടച്ചവൻ വെച്ച ഒരു മഹത്തായ നിഅമത്താണ് അവരുടെ ജീവിതത്തിൽ. ഇത്രയും വലിയൊരു അപമാനമാണെങ്കിൽ അള്ളാഹു അവർക്ക് കൊടുക്കില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവരൊരു ഉമ്മയാവാനുള്ള യോഗ്യതയില്ലാത്തവരാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ആണോ അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന ആളല്ലേ? അങ്ങനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാക്കിയെടുക്കണമെന്നാണോ നമ്മുടെ ആഗ്രഹം? അല്ല. അവരാണ് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും സംരക്ഷിക്കപ്പെടേണ്ടതും അവർ തന്നെയാണ്. അപ്പോൾ ഇത് രോഗം കാരണമാണെങ്കിലും വാർദ്ധക്യ കാരണമാണെങ്കിലും ഒക്കെ വീട്ടുകാരിത് അറിഞ്ഞിരിക്കണം. എന്നിട്ട് അവരത് നോൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. എന്തിനത് ഫിദിയ കൊടുത്ത് വീട്ടിയാൽ പോരെ? ഈ രോഗത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടൊക്കെ കയ്യോടെ കൊടുത്താൽ പോരെ? ജനിച്ചപ്പം മുതൽ ലങ്സ് വർക്ക് ചെയ്യാത്തൊരു മോളുണ്ടായിരുന്നു എനിക്ക് 23.5 വയസ്സിലാണ് മരിക്കുന്നത്. PG ചെയ്യുമ്പോഴാണ് മരിക്കണം. ഒന്നാമത്തെ റമദാനിന് ഞാൻ അവളുടെ ആ ഒരു മാസത്തേക്കുള്ള മുഴുവൻ തുകയും ഫിദിയ കൊടുക്കുമായിരുന്നു. അവൾ ഒന്നാമത്തെ നോമ്പിന് തന്നെ മരിച്ചാൽ എനിക്ക് നഷ്ടമുണ്ടോ? ഇല്ല. അത് ഫിദിയത്തായിട്ടൊരു സ്വതക്കയായിട്ടെങ്കിലും പോകും. പക്ഷേ അവൾ രണ്ടാമത്തെ നോമ്പിന് മരിക്കുകയും ഞാൻ ഒന്നാമത്തെ നോമ്പിന് ഇത് കൊടുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ആ 2 നോമ്പ് ഞാൻ നോറ്റുവിട്ടണം. എന്താണ് ഈ ഒരു കാഴ്ചപ്പാടുണ്ടായാലും നമുക്ക് നഷ്ടബോധമാണ്. വീട്ടിലൊരു വല്യപ്പ അല്ലെങ്കിൽ ഒരു വല്യമ്മ കിടക്കനുണ്ട്, ഒന്നിച്ച് നോമ്പാണ് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പങ്ങ് മരിച്ചില്ലെങ്കിൽ ആ കായ് പോയില്ലേ നോക്കണം അല്ലേ? ഒരു 10ാമത്തെ നോമ്പിന് മരിച്ച 30 നോമ്പിൻ്റെ വിധി ഒന്നിച്ചു കൊടുത്ത 20 നോമ്പിൻ്റെ പൈസ നഷ്ടമല്ലേ നമ്മൾ വിചാരിക്കണം. തിരിച്ച് ചിന്തിക്കുന്ന കാലം വരേണ്ടതുണ്ട്. അപ്പം അത് പരസ്യപ്പെടുത്തണം, പരസ്യമാവണം. അതെൻ്റെ വീട്ടിൽ എത്ര ആൾക്ക് എത്ര നോമ്പ് വീതം പോയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയണം. നിങ്ങളൊന്നല്ല, എൻ്റെ വീട്ടിൽ വന്ന് നോക്ക്, കലണ്ടറിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. ഭാര്യ കലണ്ടറിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. എന്ത്? ഇന്നയാൾക്ക് ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ നോമ്പുണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു വർഷമൊക്കെ ചെറിയൊരു പ്രയാസം മോൾക്ക് ഉണ്ടായിരുന്നു. ഒരു മോളുള്ളത്, ഒരു മോനും. പക്ഷെ പിന്നെ ഉടനെ എഴുതിയേക്കാൻ തുടങ്ങി. അവളെന്നെ എഴുതിയേക്കാൻ തുടങ്ങി. എന്നിട്ട് നോമ്പെടുത്താൽ ഇൻറ്റു മാർക്ക് ഇട്ട് വെക്കും. ഇത് ഞാൻ നോറ്റിട്ടുണ്ട്, ഇത് ഞാൻ നോറ്റിട്ടുണ്ടെന്നതിൻ്റെ അർത്ഥം. എന്താണിത് നടപ്പിലാക്കുന്നതിന് ബുദ്ധിമുട്ട്? ഇടയ്ക്കിടയ്ക്ക് മോൻ ചോദിക്കും, വർഷാനം ഞാൻ നോമ്പെടുത്തില്ല കേട്ടോ, എന്നെക്കൊണ്ട് തോൽപ്പിക്കരുത് കേട്ടോ എന്ന് വരെ ഓൻ പറഞ്ഞോളൂ. ഇജത് എടുത്തില്ല, എനിക്ക് ഇത്ര നോമ്പെടുക്കാണ്ട്, ഇനി അത് ഞാൻ നോൽക്കണ ഒരവസ്ഥ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇജ് മരിച്ചാൽ അത് നോൽക്കേണ്ടത് ഞാനാണ്, എന്നെക്കൊണ്ട് ഈ പണിയെടുപ്പിക്കരുത്. അപ്പോഴത്തേന് പോളിച്ചിനെ കൊല്ലാൻ നടക്കാമെന്ന് ചോദിച്ചാൽ ആ ചിന്തയല്ല നല്ലത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന സംഗതി അതാണ്. അതിൽ കിട്ടേണ്ടുന്ന രണ്ടാമത്തെ കാര്യം, ഫർള് നോമ്പ് ബാക്കിയിരിക്കെ തന്നെ സുന്നത്ത് നോമ്പുകൾ എടുക്കാവുന്നതാണ്. അതാണ് ഇതിലെ രണ്ടാമത്തെ കാര്യം. അവർ ശഅബാൻ വരെ ഫർള് നോമ്പുകൾ മാറ്റി വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള ഒരു സുന്നത്ത് നോമ്പും അവർ എടുത്തിരുന്നില്ല എന്നല്ല, അതൊക്കെ പോയി എടുത്തിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ പ്രശ്നവും അവിടെ അവസാനിക്കും. രണ്ടാമത്തെ കാര്യം, നോമ്പോടുകൂടി മരണപ്പെട്ടാൽ ആ നോമ്പ് പൂർണ്ണമായി സ്വീകരിക്കുന്ന, അത് പൂർത്തിയാക്കിയതായിട്ട് തന്നെ അള്ളാഹു കബൂലാക്കും. ആ നോറ്റ് കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം നോമ്പോട് കൂടിയാണല്ലോ, അത് നോറ്റ് കൂട്ടേണ്ട ആവശ്യം ഇല്ല. അത് പൂർണ്ണമായി തന്നെ ഹിജറ പോകുന്നു മക്കയിൽ മദീനയിലേക്ക്. പകുതി വഴിയിൽ മരണപ്പെട്ടു പോയാൽ പോലും അവർക്ക് സമ്പൂർണ്ണമായ ഹിജറയുടെ പ്രതിഫലവും മുഹാജിറുകളുടെ പദവിയും സ്വർഗത്തിൽ ലഭിക്കുമെന്ന് ഖുർആൻ തന്നെ സാക്ഷിയാണ്. അത് തന്നെയാണ് ഇബാദത്തുകൾ. മൊത്തത്തിൽ നമസ്കരിക്കുമ്പോഴാണ് മൂസ കലീമുല്ലാഹി അലൈഹിസ്സലാം മരണപ്പെടുന്നത് സുജൂദിലാണ്. നമസ്കാരം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അദ്ദേഹത്തിന് ആ നിസ്കാരം മൂസാ നബിക്ക് ഖളാ ഉണ്ടെന്നാണ് പറയുക.
ഇല്ലല്ലോ. അത് പൂർണ്ണമായി തന്നെ ലഭിക്കും ഇൻഷാ അല്ലാഹ്. അതൊരു തമാശയുള്ള സംഗതിയാണ്. ആ എന്താ ചെയ്യുക? സംഗതി നിസാരല്ല. അൻഷാദിന് എത്ര മക്കളുണ്ട്? 2 ആൾ. എനിക്ക് 2 ആളേ ഉള്ളൂ. 3 ആളുടെ ഒരാൾ മരിച്ചു. മക്കൾ 2 പേരും തമ്മിൽ, ഇപ്പോൾ ഉള്ള 2 പേരും തമ്മിൽ 3 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങൾ വിശദമാണോ? എൻ്റെ ഉമ്മാക്ക് 12 മക്കൾ. എൻ്റെ ഉമ്മാക്ക് 12. ഞാൻ ആ ഭ്രാന്തനാണ്, 9ാമൻ. നാരായണത്ത് ഭ്രാന്തന് 9ാമനായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടു 12 മക്കളെ പെറ്റൊരമ്മേ, നിൻ്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ, 9ാമനായിരുന്നു. 12 മക്കളും 1.5 വയസ്സിൻ്റെ ഗ്യാപ്പാണ്. 18 കൊല്ലത്തിനുള്ളിൽ ഉമ്മ 12 മക്കളെ പ്രസവിച്ചു. ഓർക്കുണ്ടോ? ഉമ്മ പിൽക്കാലത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാളെൻ്റെ കയ്യിലുണ്ടാകും, ഒരാൾ ഒക്കത്തുണ്ടാകും, ഒരാൾ തൊട്ടിയിലുണ്ടാകും, ഒരാൾ വയറ്റിലുണ്ടാകും. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ വളർത്തിയിട്ടുള്ളതെന്ന്. അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ തുടർച്ചയായി എത്ര കൊല്ലത്തെ നോമ്പ് പോയി അൻഷാദ്? 18 കൊല്ലത്തെ നോമ്പ് പോയി. ആകെ ഉമ്മ ജീവിച്ചിരുന്നത് 63 കൊല്ലം. ഒരു 10-12 കൊല്ലം ഉമ്മാക്ക് കുട്ടിക്കാലത്ത് നമുക്ക് വിട്ടുകൊടുത്തൂടെ? 50 കൊല്ലത്തിൽ 18 കൊല്ലം നോമ്പെടുക്കാതെ പോയി എന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോണ് അല്ലേ? ഒറ്റ മറുപടിയുള്ളൂ. എന്നെ ഇവിടെ ഗർഭവും പ്രസവമൊക്കെ ഇത്ര വലിയ രോഗമായത് എന്നാണ്. ഇതായിരിക്കണം ഇവിടെ 2 പ്രായ 3 ആൾക്കാർ. നിങ്ങളൊക്കെ കാലത്ത് ഇങ്ങനെ ഗർഭവും പ്രസവമൊക്കെ ഇങ്ങനെ രോഗം നോമ്പ് മാറ്റിവെക്കാൻ പറ്റണതായിരുന്നോ? വാപ്പാർ സമ്മതിച്ചിരുന്നോ? ഉമ്മാർ സമ്മതിച്ചിരുന്നോ? ഇല്ലയെന്ന് പറഞ്ഞവർ. കാരണം ഇതൊരു രോഗമല്ല. ഇപ്പം നമ്മൾ ഉമ്മയും പാപ്പയും ആയതാണ് പ്രശ്നം. നമ്മൾ ഭർത്താക്കന്മാരായതാണ് പ്രശ്നം. കച്ചവടക്കണ്ട് മാത്രമുള്ള കുറേ ഡോക്ടർമാരുണ്ടായതും പ്രശ്നം അല്ലേ? 8 മാസം ഇളകാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ 9ാം മാസത്തിൽ ഇനി ഇരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വിരോധാഭാസം നോക്കണേ. അങ്ങനെ തന്നെയല്ലേ? ഇരിക്കാൻ പാടില്ല. ഇത്ര ദിവസം അവരെന്ത് പറഞ്ഞിരുന്നു? കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാക്കുന്നു. അപ്പം എനിക്കതിൽ അത്രേ പറയുള്ളൂ. ഇത് ഇത്ര വലിയൊരു രോഗമാണെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ വാപ്പന്മാർ മക്കളെ കെട്ടിക്കരുത്. അത്രയ്ക്ക് നമ്മൾ സ്നേഹിക്കുന്ന മക്കൾക്ക് ഇങ്ങനത്തെ ഒരു രോഗം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് അത്രേ പറയാനുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിഷയം കുറച്ചുകൂടി ഗൗരവമായിട്ട് പോവിനി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതാ. വിഷയം കുറച്ചുകൂടി ഗൗരവമായി ചിന്തിച്ചാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, ഗർഭിണിയായ സ്ത്രീക്കും മുലയൂട്ടുന്ന കുഞ്ഞിനും നോമ്പ് ഒഴിവാക്കാം. പക്ഷേ ഈ നോമ്പ് കൊണ്ട് ഗർഭിണിക്കോ ഗർഭസ്ഥ ശിശുവിനോ ജീവഹാനിയുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ പറയണം. എന്ന് പറഞ്ഞാൽ ഒരു വിദഗ്ധ ഡോക്ടറുടെ കർശനമായ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുള്ളത്. പൊടിയിട്ടുണ്ടോ? കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്നതിലൂടെ ഉമ്മയ്ക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമെന്നോ ചൂടായ പാല് കുടിച്ചതിൻ്റെ പേരിൽ കുട്ടിക്ക് അസുഖമുണ്ടാകുമെന്നോ ബോധ്യപ്പെട്ടാൽ, തോന്നിയ പോരാണ്, ബോധ്യപ്പെട്ടാൽ അപ്പോഴും അവസാനിപ്പിക്കാം, നോമ്പ് മാറ്റിവെക്കാം. എന്നല്ലാതെ അഡ്വാൻസ് നിങ്ങളത് ഉണ്ടാക്കല്ലേ. കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണും. കാരണം ഇതിലുള്ളൊരു അവസാന വാക്കെന്തറിയോ? ഈ നഷ്ടപ്പെട്ട നോമ്പ് പിന്നെ ഏത് കാലത്ത് നോറ്റാലും റമളാനിൽ നോൽക്കുന്ന പുണ്യം അതിന് കിട്ടുകയില്ല, പ്രതിഫലവും കിട്ടൂല എന്നാ. അതിൽ ഇത്തിഫാക്കൾ ഇജ്മായുള്ള വിഷയമാണത്. റമളാനിലെ നോമ്പ് റമളാൻ കഴിഞ്ഞിട്ടാണ് നോൽക്കുന്നത് എങ്കിൽ റമളാനിൽ നോൽക്കുന്നത് അത്ര പുണ്യവും പ്രതിഫലവും അതിന് കിട്ടുകയില്ല. അപ്പോൾ അത് അക്കാലത്ത് തന്നെ ചെയ്തു പോട്ടണം. അഥവാ നഷ്ടപ്പെട്ടാലും നമ്മൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്,
ഇവിടെ 6 മാസം മഴയല്ലേ അല്ലേ? അക്കാലത്തൊരു ഒന്നട വിട്ട് അതാണ് നോറ്റുവിട്ടുകൂടെ. അപ്പം ഈ മുലപ്പാല് ചൂടാവോ? ഇല്ലല്ലോ. അപ്പം ഈ ഗർഭിണിക്ക് കുഴപ്പമുണ്ടാവോ? ഇല്ലല്ലോ. പിന്നെ നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, അമ്മമാർക്ക്, പെൺകുട്ടികൾക്ക് എന്താ പണി? ഓൽക്ക് ഗർഭം ഉണ്ടായി കിട്ടിയാൽ മതി. പിന്നെ സ്പൂണുകൊണ്ട് കഞ്ഞി കോരി കൊടുക്കാൻ വരെ അമ്മ റെഡിയാ. അണ്ണാച്ചിപ്പണ്ണ് പ്രസവിച്ചിട്ട് പിറ്റേ ദിവസം നേരെ കുട്ടീനെയും തൊട്ടിയിലിട്ടിട്ട് ടെലിഫോണിൻ്റെ കേബിൾ ഒഴിക്കാൻ ഇറങ്ങും. നമ്മളെ പെൺകുട്ടികളാണെങ്കിലോ നമ്മൾ 40 ദിവസത്തിന് നീക്കാൻ സമ്മതിക്കില്ല. അതിനനുസരിച്ച് മതം മാറി വരണം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു പിടിയിട്ടുണ്ടല്ലോ. നമ്മൾ ചെയ്തു വെച്ച ഈ ഒരു സമ്പ്രദായത്തിനനുസരിച്ച് ദീൻ മാറ്റിക്കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ നമ്മൾ അഭിപ്രായപ്പെടുന്നത് എങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പറയാനുള്ളത് എനിക്ക് ആയിഷ ബീവി ഞാൻ പറഞ്ഞ അതേ കാര്യം. ഇത് ഹവ്വാ ബീവി മുതലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രതിസന്ധിയാണ് ഗർഭം, പീരീഡ്സ്, പ്രസവം, മുലയൂട്ടൽ എന്നിവ. അതുകൊണ്ട് അതിന് അത്രയും കാലം നടപ്പിലാക്കിയ ഒരു ചര്യയും അതിനുണ്ടാകും. ആ ചര്യയാണ് ഇസ്ലാം. ഒന്നുകൂടെ ഇതിൻ്റെ അവസാനം പറയുന്നൊരു സംഗതി ഇപ്പാണ് പറയുന്നത്. ഇബ്നു മസ്ഊദ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞ്, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ് ബിഹാ സ്വഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദുഹാ ഫഇന്നൽ അവ്വല ലം യത്റുകു മഖാലൻ ലിൽ ആഖിർ കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ് ബിഹാ സ്വഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ചെയ്യാത്ത യാതൊന്നും ഫലാ തഅബ്ബദുഹ മതമായിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത്, നിങ്ങൾ നടപ്പിലാക്കരുത്. ഫഇന്നൽ അവ്വല, കാരണം ആദ്യ തലമുറ സ്വഹാബത്ത് ലം യത്റുകു മഖാലൻ ലിൽ ആഖിർ, പിൽക്കാലക്കാർക്ക് ഒരു ഡയലോഗിനുള്ള ഒരവസരവും ബാക്കിയിട്ടിട്ടില്ല. അവരത് തീർത്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്കറിയാലോ 54 ഡിഗ്രി വരെ ചൂട് വരുന്ന നാടാണേത്? മിഡിൽ ഈസ്റ്റ്. അവിടെയാണല്ലോ ഇസ്ലാം വളർന്ന് പന്തലിച്ചത്. ഇന്നത്തെ AC സംവിധാനമോ അതല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റൈൽസിലേക്കുള്ള മൊത്തം തുണി ശരീരത്തിൽ പൊഴിഞ്ഞു കിടക്കുന്ന സമ്പ്രദായമോ അന്നില്ല. അതിനുള്ള വകുപ്പും അവർക്കില്ല. അക്കാലത്തെ സഹോദരിമാർ എങ്ങനെയാണോ നോമ്പിനെ കണ്ടത് അതാണ് എക്കാലത്തേക്കുമുള്ള മതം. അപ്പോൾ അവിടെ പരിശോധിച്ചാൽ മതി. പിന്നെ നിങ്ങളുടെ ശമ്പളത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ എന്നെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് എന്നെനിക്ക് പേടിയുമുള്ളത് കൊണ്ട് ഞാൻ പലതും പറയാതിരിക്കും എന്നതാണ് നമ്മളെ പാവപ്പെട്ട ഖത്തീബുമാരുടെ അവസ്ഥ. അതിന് കാരണക്കാരവരല്ല. ആരാണ്? നമ്മളെ മീശ വിരിക്കുന്ന കമ്മിറ്റിക്കാരാണ്. ഇന്നലെ ഉണ്ടായിരുന്നു ഒരു കമൻ്റ് എന്താ അറിയോ? തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിന്ന് എന്തായിരിക്കുന്നു? എൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്ന പലരും ഇങ്ങനെയാണ് ചെയ്തത്, ശരിയല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ രണ്ടാമത്തെ സൊഫിൽ നിൽക്കുന്നു. മുമ്പിൽ സൊഫിൽ സാധാരണയായിട്ട് ആരാ ഉണ്ടാവുക? പള്ളി കമ്മിറ്റിക്കാരും പ്രമാണിമാരും. ശരിയല്ല എന്നാണ് പറഞ്ഞത്. കാരണം എനിക്കറിയാം എന്നെക്കാൾ കൂടുതൽ ഈമാനുള്ളവരവരാണ്. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞു കൊടുത്താൽ അവർ അത് അങ്ങനെ തന്നെ അംഗീകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുക. എന്നെ പുറത്താക്കുമെന്ന പേടിയല്ല എന്നെ ഭരിക്കേണ്ടത് എന്നർത്ഥം. ഞാൻ ചോദിക്കാത്ത ശമ്പളം എനിക്ക് തന്ന് എന്നെ ഒരു മഹലിൽ 12 കൊല്ലമായിട്ട് നിർത്തിപ്പോരുന്നത് എന്തിനായിരിക്കാം? ഞാൻ പറഞ്ഞു ഞങ്ങളാണ് ഉത്തരവാദികൾ എന്നാട്ടോ. ഈ സമുദായമല്ല. ഇതിൻ്റെ ബാധ്യത ഏറ്റെടുത്ത ആളാണ് ഇതിൻ്റെ ഉത്തരവാദി. അപ്പോൾ ഇത് തിരുത്തപ്പെടേണ്ട സംഗതിയാണ്. ഇനി അതിലെന്തെങ്കിലും ഉണ്ടോ?
ഒരു കള്ളുകുടിയൻ മരിച്ചു. ഒരു എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാവാൻ കേട്ടോ. ഒരു വ്യഭിചാരി മരിച്ചു. ഒരു പലിശ കച്ചവടക്കാരൻ മരിച്ചു. നമ്മളയാളെ മയ്യത്ത് സ്കരിക്കുമോ? സ്കരിക്കുമല്ലേ? വേണം, പാടുണ്ടോ? ഇല്ലേ? പാടുണ്ട് എന്നാണ് നിങ്ങൾ ഉത്തരവെങ്കിൽ ഈ നോമ്പ് നോക്കണം. പാടില്ല എന്നാണെങ്കിൽ നോൽക്കേണ്ടതില്ല. നിങ്ങൾ തീരുമാനിച്ചോളി. ഞാൻ പറയും ഞാൻ നിസ്കരിക്കും. കാരണം ഒരാളുടെ പ്രാർത്ഥനയെങ്കിലും കിട്ടിയിട്ട് അള്ളാഹു അയാൾക്ക് മാപ്പ് കൊടുത്താൽ അയാൾക്ക് സ്വർഗ്ഗം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കിയത് ഞാനാണ് എന്ന പ്രതിഫലം എനിക്ക് കിട്ടും. അയാൾക്കല്ല പുറത്തു കൊടുക്കില്ലേ എന്നുള്ളത് വേറൊരു വിഷയം. പിടിയില്ലോ? സംഗതി വിധി എന്താണ്? ഒരു തെമ്മാടിക്ക് വേണ്ടി മയ്യത്ത് സ്കരിക്കരുത് എന്നാ. കള്ളുകൂടിയൻ തെമ്മാടിയല്ലേ? വ്യഭിചാരി തെമ്മാടിയല്ലേ? പലിശക്കാരൻ തെമ്മാടിയല്ലേ? ആണ്. ഈ സമുദായത്തിൽ ഇതൊക്കെ കൂടെ മയ്യത്ത് സ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ ഇവിടെ എത്ര അംഗം സ്കരിക്കാൻ പറ്റും? അപ്പം നമ്മൾ ആളുകളുടെ നന്മയിലേക്ക് മാത്രം നോക്കുക. ആളുകളുടെ വീഴ്ചകൾ അവരോട് പറഞ്ഞു കൊടുക്കുക. അവരോടുള്ള അനുകമ്പയും സ്നേഹവും നിലനിർത്തുക. അങ്ങനെ പുറമെയുള്ള ആളുകൾക്ക് വേണ്ടി ഇപ്പം മമ്പർത്ത് തങ്ങളെ ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന സമസ്തക്കാരൻ നമ്മുടെ കുടുംബത്തിലോ അല്ലാതെയോ മരിച്ച നമ്മൾ മയ്യത്ത് സ്കരിക്കുമല്ലോ. അതെന്തുകൊണ്ടാണ്? ഈ സമുദായത്തിന് ആ സമുദായത്തിലെ മെമ്പർമാരോടുള്ള സ്നേഹമാണത്. അത് നിലനിർത്തുക. അവരുടെ ശിക്ഷയും രക്ഷയുമൊക്കെ അല്ലാഹ് തീരുമാനിച്ചോളും. അതിൽ നമ്മൾ ഇടപെടണ്ട. അപ്പോൾ ഈ പാടില്ല എന്ന് പറയാൻ എളുപ്പമാണ്. അങ്ങനെ നോക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റിൽ പലതിലും നമ്മളും ഉണ്ടാവാം. അത് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കൊരു നോമ്പെടുക്കേണ്ട ബുദ്ധിമുട്ടുള്ളല്ലോ. ഇപ്പോൾ നമ്മളെ 4 മക്കളുണ്ട്, വാപ്പുണ്ട്, ഉമ്മണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു പോയാൽ ഒരു 10 നോമ്പുണ്ടെങ്കിൽ ഒരു 2 ദിവസം നോമ്പെടുക്കേണ്ട പണിയുള്ളല്ലോ അല്ലേ? അതുകൊണ്ട് നമുക്കൊന്നും വരാൻ പോണില്ല. നമ്മൾ അയാൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്തതിൻ്റെ കൂലിയെങ്കിലും നമുക്ക് കിട്ടൂലേ? കിട്ടുമെന്ന് വെച്ചാൽ മതി. നമ്മളൊക്കെ കൂടെ മയ്യത്ത് സ്കരിച്ചിട്ട് ഈ മനുഷ്യന്മാരൊക്കെ കൂടെ സ്വർഗത്തിൽ പോകുമോ? പോയേക്കാം. പോകണം തന്നെയാണ് നമ്മളെ ആഗ്രഹം. പക്ഷേ നമുക്ക് രണ്ടാമത്തെ ആഗ്രഹം എന്താ അറിയോ? ഞാൻ ഇയാളെ മയ്യത്ത് സ്കരിക്കണത് എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അയാൾക്കെല്ലാം പുറത്തു കൊടുക്കുകയും ചെയ്തേക്കാം അല്ലേ? എനിക്ക് പുണ്യം കിട്ടണം അതിനാ. അല്ലെങ്കിൽ ഞാനെന്ത് പറയും? അത് ഫർള് കിഫായല്ല, ആരെങ്കിലും നിസ്കരിച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ പോരെ മതി. അതല്ലല്ലോ. അതായത് പറഞ്ഞ അദ്ദീനു അന്നസ്വിഹ. ഞാൻ പറഞ്ഞ അടിസ്ഥാന പോളിസി പറഞ്ഞില്ലേ? ഇത് നമുക്ക് മറ്റുള്ളവർക്കെല്ലാം നന്മ വരണമെന്ന ആഗ്രഹമാണ് ഇതിൻ്റെ പിന്നിൽ. പിന്നെ വേറെന്തെങ്കിലും ഇതിൽ മൂന്നുപേരും കൂടെയാണ്. 3 പേരും കൂടെയല്ലേ വീതം വെക്കുക. ഇപ്പം മരണപ്പെട്ട് 30 നോമ്പുണ്ട്, 3 മക്കളുണ്ട്, 3 ആളും കൂടി 10 വീതമുണ്ട്. ഏറ്റെടുത്താളി കഴിഞ്ഞില്ലേ? ഉമ്മയുണ്ട്, ഉമ്മയും നോറ്റോട്ടെ. പറ്റുമെങ്കിൽ എല്ലാവരും കൂടെ ചെയ്താളി. അതിന് കിട്ടുന്ന മറുപടി ഇതാണ്. ഏത്? സാമഅൻഹു വലിയുഹു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിലായത്ത് എന്താണെന്ന് ചോദിച്ചാൽ അയാളുടെ സ്വത്ത് അനന്തരാവകാശം എടുക്കുന്നവർ എന്നാണ്. അതിലെല്ലാവരും വിടൂലേ? ഇല്ലെങ്കിൽ വാപ്പ പോവും. ചെയ്യണ്ടേ? ചെയ്യണം എന്ന് റസൂൽ പറഞ്ഞാൽ ചെയ്യണം. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബ. അങ്ങനെയല്ലേ? എൻ്റെ സമുദായം മുഴുവൻ സ്വർഗാവകാശികളാകും വിസമ്മതിച്ചവരൊഴികെയെന്ന. ഖീല വമൻ യഅബ യാ റസൂലല്ലാഹ്. ഈ വിസമ്മതിക്കുന്നതിൻ്റെ ലക്ഷണം എന്താണ് നബിയെ? മൻ അതാഅനി ദഖലൽ ജന്ന. ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നവർ സ്വർഗത്തിലാണ്. വമൻ അസാനി, എന്നെ എതിർക്കുന്നവൻ ഫഖദ് അബ, അവനാണ് ഈ വിസമ്മതിക്കുന്നവൻ. അപ്പം നമ്മുടെ മുമ്പിൽ എന്തില്ല?
മറ്റൊരു ചോയ്സില്ല. റസൂൽ പറഞ്ഞാൽ പിന്നെ വർത്താനില്ല. വ്യക്തിപരമായ കാര്യത്തിൽ പോലും ഇല്ല. ആ ഗായത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളിൽ ഖത്തീബുമാരില്ലേ? കേട്ടോളി. ഒരു പെങ്ങള്, സുന്ദരി, 4 ആങ്ങളമാർ, സമ്പന്നർ, ഖുറൈശികൾ, പ്രമാണിമാർ, ഒറ്റ പെങ്ങൾ. ആ പെങ്ങളെ കല്യാണം ആലോചിച്ച് ചെല്ലുന്നത് ഒരടിമച്ചക്കൻ. ബാപ്പല്ല, അടിമയായി വിൽക്കപ്പെട്ടവരാണ്. സ്വത്തുമില്ല, സ്വന്തമായി വീടുമില്ല. മസ്ജിദ് നബവിയുടെ വരാന്തയിലാണ് കിടന്നുറങ്ങുന്നത്. പോയി പെണ്ണന്വേഷിച്ച് എങ്ങനെ ഉണ്ടാവും? ഇവളന്വേഷിച്ച് എങ്ങനെ ഉണ്ടാവും? അടി കിട്ടാത്തത് ഭാഗ്യം. ഒരു വട്ടം പോയി നബിയെ പറഞ്ഞേക്കണതേ ഇവരാട്ടി വിട്ട്. 2ാമത്തെ വട്ടം പോയി, അപ്പോഴും ഓടിച്ചു വിട്ട്. 3ാമത്തെ വട്ടം പറഞ്ഞയച്ചപ്പോൾ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞു വിട്ടാണ് അന്നേന്ന് അവരോട് പ്രത്യേകം പറയണം. അപ്പോൾ ഇവൻ ആദ്യം അത് പറഞ്ഞ്, പിന്നെ അസ്സലാമു അലൈക്കും എന്നെ നബി പറഞ്ഞു വിട്ടാണ്, നിങ്ങളെ പെങ്ങളൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർ 4 ആളും കൂടെ വടി വലിച്ച് ഓടിച്ച് പിന്നാലെ ഓടുമ്പോൾ ഇവർ പറഞ്ഞ് അത് ഞങ്ങളുടെ കുടുംബകാര്യമാണിത്, ദീൻ കാര്യത്തിലാണ് ഞങ്ങൾ നബി അനുസരിക്കാൻ ബാധ്യതയുള്ളൂ, ഇത് നമ്മളെ കുടുംബകാര്യമാണ്, ഇതിൽ ഞങ്ങൾ അനുസരിക്കില്ല. ഈ കോലാഹലം കേൾക്കുന്നത് ഈ പെൺകുട്ടി കൂടിയാണ്. ആ പെൺകുട്ടി അവിടെ ജനലിനുള്ളിൽ കൂടെ നിന്നിട്ട് ഒരു ആയത്താണ്ട് ഓതി. നേരത്തെ നമ്മൾ ഓതിയ ആയത്ത്, വമാക്കാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുൽ ഖീറത്തു മിൻ അൻഫുസിഹിം. അല്ലാഹ് തീരുമാനിച്ചാൽ, റസൂൽ തീരുമാനിച്ചാൽ പിന്നീട് മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. ആങ്ങളമാർ തിരിച്ചുകൊണ്ട് വന്നിട്ട് അരിച്ച് നിന്നവർ പിന്നെ ഉസൈൻ ബോൾട്ട് ഓടുന്ന പോലെ ഓടി. ഇതിന് സെയ്ദ് ബിൻ ഹാരിസയാണ് ഈ പറഞ്ഞ പയ്യൻ റളിയല്ലാഹു അൻഹു. സെയ്ദിൻ്റെ മുമ്പിൽ അവർ നബിയുടെ അടുത്തെത്തി. നബിയുടെ അബദ്ധം സംഭവിച്ചു. അത്രക്കാണ് മനസ്സിൽ കയറിയുന്നില്ല. എന്ത് പ്രായശ്ചിത്തമാണെങ്കിൽ ചെയ്യാം, കാണിച്ചു കൊടുക്കുക മാത്രമല്ല കെട്ടിച്ചു കൊടുത്തോളാം. അതാണ് ആര്? വിശ്വാസി. ഒരർത്ഥമില്ല. ആ കല്യാണം പിന്നീട് തൊലാക്കായി എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ച സൈനബ് ബിൻത് ജഹ്ഷാണ് ഈ ആൾ എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ 2 ചോദ്യത്തിന് വകുപ്പുണ്ട്. ഒരു വിഷയം പറയുമ്പോൾ അതെവിടെ ഉണ്ട്? ഒന്നാമത്തെ ചോദ്യം ഏതാ? അത് ഖുർആനിലുണ്ട്. അതെവിടെയാണ്? സൂറത്ത് അഹ്സാബിലുണ്ട്. ക്ലോസ്. പിന്നോർത്താനില്ല. അതെവിടെ നിന്ന് കിട്ടി? അത് ഹദീസിൽ നിന്ന് കിട്ടി. ഏത് കിതാബിൽ നിന്ന്? ബുഖാരിയിൽ. ഒരു ചോദ്യം കൂടി, ഏത് അധ്യായത്തിൽ? അവിടെ പറഞ്ഞാൽ ക്ലോസ്. പിന്നീട് വർത്താനുണ്ടായാൽ അത് നമ്മൾ പല അഭിപ്രായങ്ങളായി പോകും. അതുണ്ടായിക്കൂടാ. 2ാമത്തെ കാര്യം, അപ്പം നഷ്ടപ്പെട്ട നോമ്പുകളുടെ വിഷയത്തിലാണ് ഈ ചർച്ച വന്നത്. 2ാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, 11 മാസമായി നമ്മൾ ജീവിക്കുന്നു. ഏതിന് ശേഷം? കഴിഞ്ഞ റമളാനിന് ശേഷം. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കഴുകി വൃത്തിയാക്കി പെർഫ്യൂം അടിച്ച് സുന്ദരമാക്കി നിർത്തിയ, ഗ്ലാസ് ലോക്ക് ചെയ്ത ഒരു AC കാറിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അലക്കി തേച്ച് കുളിച്ച് മിനുക്കി നേരെ ആ വണ്ടിയിൽ കയറുന്നു. വണ്ടിയുടെ ഡോറടയുന്നു. നമ്മൾ ആ വണ്ടി ഒരു 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ വണ്ടി അവിടെ നിർത്തിയിട്ടില്ല, ഗ്ലാസ് ഓപ്പൺ ആക്കിയിട്ടില്ല. 100 കിലോമീറ്റർ ഓടിയിട്ട് വണ്ടി പാർക്ക് ചെയ്താൽ നമ്മൾ ആദ്യം ചെയ്യലെന്താ? മുഖം ഒന്ന് തുടച്ച് വൃത്തിയാക്കും. നിങ്ങളൊരു വൈറ്റ് ടവലോട്ട് മുഖം ഒന്ന് തുടച്ചാൽ എന്തുണ്ടാവും? പൊടി ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? വണ്ടി ഓപ്പൺ ആയിരുന്നോ? ഇല്ല. AC ഓഫായിരുന്നോ? വേറെ എവിടെയെങ്കിലും നിർത്തിയിരുന്നോ? വണ്ടിക്കകത്തേക്ക് പൊടി കയറാൻ വല്ല സാധ്യതയുണ്ടോ?
ഇല്ലാന്നാ ഉണ്ടെന്നാ? ഇല്ലാന്നാണെങ്കിൽ ഞാൻ പറയും ഉണ്ടെന്നാ. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വന്നത്? ഉണ്ട്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മളറിയാതെ നമ്മളെ കടന്ന് പിടികൂടുന്ന ചില അബദ്ധങ്ങൾ ഇതുപോലെയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മുഖം തുടച്ച് കൊടുക്കണം. മനസ്സിൻ്റെ മുഖം തുടക്കാനുള്ള മാർഗം എന്താണ്? ഇസ്തിഗ്ഫാറും തൗബയുമാണ്. അത് റമളാനിൽ നടക്കേണ്ടതല്ല, കാലങ്ങളിൽ നടക്കേണ്ടതാണ്. നിത്യജീവിതത്തിൽ നടക്കേണ്ടതാണ്. നിത്യപ്രാർത്ഥനകളിൽ വരേണ്ടതാണ്. നാവിലും ചുണ്ടിലും മനസ്സിലും നിരന്തരം നിലനിൽക്കേണ്ടതാണ്. എന്ത്? ഇസ്തിഗ്ഫാറും തൗബയും. അങ്ങനല്ലേ? ഖുൽ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുവിൻ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അബദ്ധം സംഭവിച്ചു എന്ന് തോന്നിയാൽ ഉടനെ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായ വിശ്വാസികൾ. ഞാൻ ഇപ്പം ഇതിനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാപ്പം ആ പണിക്ക് പോണ് എന്നാണ് നമ്മളുടെ വിചാരമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു. ജനങ്ങളെ, നിങ്ങൾ ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുകയും ഫഇന്നി അതൂബു ഇലല്ലാഹി ഫീ കുല്ലി യൗമിൻ അക്സറ മിൻ മിഅത മറ. ഈ ഞാൻ പോലും നിത്യജീവിതത്തിൽ ചുരുങ്ങിയത് 100 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നുണ്ട്. ഞാൻ വെറുതെ ചെയ്യുക. ഇന്നലെ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ എന്താ നിങ്ങൾ പറയാം? ഇപ്പം തമാശ കേട്ടോ, നിങ്ങൾക്ക് ആർക്കും പറയാം ഉത്തരം. ഇന്നലെ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താ? എത്ര ആലോചിച്ചിട്ട് നമുക്കൊരു പിടി കിട്ടുന്നുണ്ടാവില്ല. ഒരു തെറ്റും ചെയ്തില്ല, പക്ഷെ ഞാൻ പറയും ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ 5 നേരം നിസ്കരിച്ചിട്ട് അതുണ്ടല്ലോ അല്ലേ? ആ 5 നേരം സലാം പൂട്ടിയപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞെന്താ? എന്താണ്? എന്തിനാണ്? വേറെന്തെല്ലാം കണ്ടു, കേട്ടു, പറഞ്ഞു, ചിന്തിച്ചു, ചെയ്തു, പോയി. ഇതെന്തെങ്കിലും ഇസ്തിഗ്ഫാർ നടത്തിയണോ? ഇല്ല. അപ്പം ഇന്നലെ വന്ന എപ്പോഴാ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാ? എന്തെങ്കിലും തെറ്റ് ചെയ്താലല്ലേ? അപ്പം ഇന്നലെ ആകെ ചെയ്ത തെറ്റെന്താ? നിങ്ങൾക്ക് അതൊരു തമാശയായിട്ടില്ല തോന്നുന്നത്, പക്ഷെ അതൊരു വലിയ ചാട്ടുളിയാണ്. ജീവിതത്തിൽ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കുന്ന ഏറ്റവും മഹത്തായ ഇബാദത്ത് കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് റബ്ബേ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്, പരമാവധി സൂക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ എന്തെങ്കിലും നേരിയ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണേന്നാ. അപ്പോൾ നിത്യജീവിതത്തിൽ മറ്റു സന്ദർഭങ്ങളിൽ ഇത് എത്ര തവണ പറയേണ്ടി വരും? അല്ലേ? ഒരു ചടങ്ങായി കാലങ്ങളായി ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വരികയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്തഗ്ഫിറുല്ലാഹ്. അതല്ലാണ്ട് അത് മനസ്സിൽ തട്ടിയിട്ടോ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടോ അത് നമുക്ക് നൽകുന്ന മെസ്സേജ് മനസ്സിലാക്കിയിട്ടൊന്നും അല്ലാത്. ആ മെസ്സേജ് മനസ്സിലാവുകയാണെങ്കിൽ നമ്മളുടെ നാവിൽ നിന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന ആ ഒരു ദിക്ർ പോവില്ല. അങ്ങനെ എങ്ങാനും ഒരാൾ പറഞ്ഞു നടന്നാൽ നമ്മൾ അടുത്ത വാക്കിൽ എന്താ പറയുമോ? പച്ച ഖുറാഫിയാന്ന് തോന്നുന്നത്. അവനിങ്ങനെ എപ്പോഴും ദിക്റിയല്ലി കൊണ്ടാന്നാ പറയാ. ഇത് നല്ലതും ചെയ്യാൻ പാടില്ല, അതായി അർത്ഥം. ആയില്ലേ?
തസ്ബീഹ് മാല കൊണ്ട് ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഓൻ നമ്മുടെ ബിദഅത്ത് എന്ന് പറയും. ഞങ്ങൾ ചങ്ങായിമാരെ കയ്യുമ്പം ചൊല്ലി നോക്കി അതൊട്ട് ചെയ്യണില്ല. ഉണ്ടോ? അപ്പോൾ നമ്മൾ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്കാണ് ഇറങ്ങേണ്ടത്. അതിൻ്റെ ഉപരിപ്ലവങ്ങളായ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. അപ്പം റമദാനിന് മുമ്പ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇസ്തിഗ്ഫാറും തൗബയുമാണ്. നമ്മുടെ മനസ്സും ശരീരവും പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് പിറന്നു വീണ ശുദ്ധിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് ഇസ്തിഗ്ഫാറും തൗബയും. മുതൽ മുടക്കില്ല, സമയം മുടക്കില്ല, എന്തു പണിയെടുക്കുമ്പോഴും ആവാം അല്ലേ? ടോയ്ലറ്റിലല്ലാത്ത ഏത് സമയത്തും ആവാം. നമ്മുടെ ഡ്യൂട്ടി നടക്കും, ഇതും നടക്കും. എപ്പോഴും പോകേണ്ടവരാണ്. ഒരു പക്ഷേ അവസാനം ചൊല്ലുന്ന അസ്തഗ്ഫിറുല്ലാഹയാവാം രക്ഷയായി മാറുന്നത് അല്ലേ? ഇതിങ്ങനെ തൂക്കി നോക്കുന്നതൊക്കെ നമുക്കറിയാലോ. ഒരു മൈന്യൂട്ടായ ഒരു നാരോ പോയിൻ്റ് താഴേക്ക് വന്നാൽ എന്തായിരിക്കും? തിന്മ താഴേക്ക് വന്നാൽ എന്തായിരിക്കും? നരകം. ഒരു അസ്തഗ്ഫിറുല്ലാഹ് കൂടെ ചൊല്ലിയാൽ മതിയിരുന്നു എന്ന് അപ്പം തോന്നിപ്പോവും അല്ലേ? അപ്പോൾ ഇത് വർദ്ധിപ്പിക്കണം. ഇത് മടിക്കേണ്ടതില്ല. മനുഷ്യരോടുള്ള ബന്ധം നന്നാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, റബ്ബിനോടുള്ള ബന്ധം നന്നായിട്ടില്ലെങ്കിൽ മനുഷ്യരോടുള്ള നല്ല ബന്ധങ്ങൾ കൊണ്ട് ഉപകാരം കിട്ടുകയില്ല എന്നാണ്. റബ്ബിനോട് നമ്മെ അടുപ്പിക്കുന്ന ഏറ്റവും വലിയ സംഗതികളിലൊന്ന് ഇസ്തിഗ്ഫാറും തൗബയുമാണ്. അപ്പോൾ റമദാനിന് മുമ്പ് നമ്മൾ തയ്യാറാവണം. ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തും കണ്ടിട്ട് മാസം കണ്ടു നാളെ മുതൽ നോമ്പ് എന്ന രൂപത്തിലേക്ക് മാസം കണ്ടു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സ്വഭാവമല്ല. നമ്മുടെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിലൂടെ മാസം കണ്ടു എന്ന് പറയുമ്പോൾ റമദാൻ മാസം കണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹു ആയുസ് നീട്ടിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് എത്തണം. എന്നാൽ പിന്നെ തുടങ്ങിക്കൂടി മക്കളെ എന്ന് വെച്ചിട്ടല്ല അല്ലേ? ഇപ്പം ഞങ്ങൾ മലബാറിലൊക്കെ ഞാൻ വീട്ടിൽ 3 ആളെ പണിക്ക് വെക്കുക ചെയ്ത് എന്തിനായിരിക്കും? വീട് വൃത്തിയാക്കാനേ. വാശിയും വൈരാഗ്യം കൊണ്ടപ്പോൾ ഞാൻ തോന്നി ഇവള് പേര അടിച്ചു വരുന്നല്ലേ കുറേ കാലമായിട്ട്. ആകെ 3 ആളാണ് ഒരു വീട്ടിലുള്ളത്. 3 പണിക്കാർ വേണ്ടി വന്ന് നോമ്പ് പ്രമാണിച്ച് വീട് വൃത്തിയാക്കാൻ. ചട്ടിയും പാത്രവും എൻ്റെ അലമാരിയിലെ ബുക്കുകൾ കിതാബുകൾ എടുത്ത് പുറത്ത് വെച്ച് തുടച്ച് അങ്ങോട്ട് വെക്കാൻ ഞാൻ സമ്മതിക്കാത്ത എൻ്റെ ദേഷ്യത്തിലാണ് ഇപ്പോഴും. ബാക്കിയൊക്കെ റെഡിയായി. അങ്ങനെ തന്നെയല്ലേ? അതിനെന്താ നിങ്ങൾ പറയാ? ഞങ്ങളവിടെ നിന്ന് അനച്ചുള്ളി എന്നാ പറയാ. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? കുളിപ്പിക്കേണ്ട സാധനം ഏതാ? മനസ്സാണ്. വതസവ്വദൂ, മൂന്നാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോകണം കേട്ടോ. നിങ്ങൾ ഒരുങ്ങിക്കോളൂ. എത്ര വേണോ അത്രയും ഒരുങ്ങിക്കോളൂ. പക്ഷെ ഫൈന ഖൈറ സാദി അത്തഖ്വ, നമ്മുടെ നോട്ടിൽ ആദ്യത്തെ പോയിന്റ് അതായിരിക്കും. സൂറത്ത് ഹജ്ജിൻ്റെ സൂറത്ത് അൽ-ബഖറ അല്ലേ? വതസവ്വദൂ ഫൈന ഖൈറ സാദി തഖ്വ, രണ്ടാമത്തെ ആയത്ത് 2:187. ആ ആയത്തിൻ്റെ അവസാനം അതാണ്. അല്ല ഹജ്ജു അശ്ഹുറും മഅലൂമാത്തുൻ ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് വമാ തഫ്അലൂ മിൻ ഖൈറിൻ ഫയഅലമുഹുല്ലാഹ് വതസവ്വദൂ അല്ലേ? രണ്ടാമത്തെ ആയത്ത് ഫതസവ്വദൂ ഫഇന്ന ഖൈറ സാദി അത്തഖ്വ. തയ്യാറായിക്കോളൂ. ഒരു മാസത്തേക്കുള്ള അരിപ്പൊടി റെഡിയാണ് അല്ലേ? മസാലപ്പൊടികൾ റെഡിയാണ്. ഫ്രൂട്ട് എന്തൊക്കെ വാങ്ങണമെന്ന് റെഡിയായി. നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കേണ്ട പലഹാരങ്ങൾക്കൊക്കെ പുതിയ പാത്രങ്ങൾ വാങ്ങി എല്ലാം റെഡിയാക്കി. തമാശക്ക് പറയാലോ, സംഗതി പട്ടിണിയാണെങ്കിലും നോമ്പ് കാലത്തെ നമ്മളെ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ എന്താ ഉണ്ടാവുക? നമ്മളെ വീട്ടു ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ എന്താ ഉണ്ടാവുക?
ഓക്കെ 10:50 നമ്മൾ ആദ്യത്തെ സെഷൻ അവസാനിക്കണമെന്നാണ്. അതിന് 11:10. അപ്പോൾ വീട്ടു ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ ഒരു 3 മാസത്തെ ചിലവെങ്കിലും റമളാനിൽ നടക്കും. നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ അള്ളാഹ് പറഞ്ഞു ഇന്ന് ഖൈറ സാദി അത്തഖ്വ. ഒരുക്കേണ്ടത് മനസ്സിനെയാണ്. ഏറ്റവും നന്നായി ഒരുക്കേണ്ടത് മനസ്സിനെയാണ്. അതിനുള്ള വഴിയാണ് ഇസ്തിഗ്ഫാറും തൗബയും. 4ാമത്തെ കാര്യം, ഇസ്ലാം കാര്യങ്ങളിൽ 4ാമത്തതാണല്ലോ റമളാൻ. അതിൻ്റെ മുമ്പ് 2-3 കാര്യമല്ലേ ഉണ്ടല്ലോ. ഷഹാദത്ത് കലിമ അതതിൻ്റെ പൂർണ്ണശുദ്ധിയിലല്ലെങ്കിൽ, തൗഹീദ് അതിൻ്റെ പൂർണ്ണശുദ്ധിയിലല്ലെങ്കിൽ റമളാൻ കൊണ്ട് വല്ല കാര്യം ഉണ്ടാവുമോ? ഇസ്ലാമിന് പുറത്തായില്ലേ? നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണതയില്ലെങ്കിലോ അപ്പോൾ ഇസ്ലാമിന് പുറത്തല്ലേ? നിസ്കരിക്കാത്തവൻ ആരാന്നാ പറഞ്ഞു? നിങ്ങളെന്നെ പറഞ്ഞാൽ മതിച്ചിട്ട്, ഞാൻ പറഞ്ഞിട്ട് ഇനി മൂപ്പര് ഞങ്ങളൊക്കെ കൂടെ കാഫിറാക്കി എന്ന് പറയാൻ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാണെന്നാ. അപ്പോൾ ഇത് 2 കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ചാട്ട. ഇത് ഈ പിന്നെ സ്റ്റെപ്പ് പൊട്ടിയ ലാഡർ കയറുന്നത് പോലെ ഒരൊറ്റ ചാട്ട. 1, 2, 4. ഇതിനിടയിൽ സാധനം ഉണ്ടല്ലോ, എന്താണ് 3. അതെന്താ സംഗതി? അതെന്താ സംഗതി എന്ന് വെച്ചാൽ, കിട്ടാനുള്ളത് കേൾക്കുമ്പോൾ ചിരിയും കളിയും, കൊടുക്കാനുള്ളത് കേൾക്കുമ്പോൾ നിലയും വിളിയുന്ന. കിട്ടാനുള്ളത് കേൾക്കുമ്പോൾ ചിരിയും കളിയും. മരിക്കുന്ന വാപ്പ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞല്ലോ, അവിടെ നിന്ന് വാടക ഇത്ര കിട്ടാണ്ട്, കടം കൊടുത്തത് ഇത്ര കിട്ടാണ്ട്, ഇന്ന ബാങ്കിൽ ഇത്ര അക്കൗണ്ട് ഉണ്ട്, തേങ്ങ വലിച്ചതിൻ്റെ കാശ് ഇട്ടാണ്ട് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ മക്കൾ തമ്മിൽ പറഞ്ഞല്ലോ, വാപ്പാക്കെപ്പോഴും നല്ല ഓർമ്മയേട്ടോ, വാപ്പാക്കെപ്പോഴും നല്ല ഓർമ്മയാണ്. അപ്പോൾ വാപ്പ അടുത്ത പേജ് എടുക്കാൻ തുടങ്ങി. അവിടെ കൊടുക്കാണ്ട്, ഇവിടെ കൊടുക്കാണ്ട്, പള്ളിക്ക് പലിശയ്ക്ക് കൊടുക്കാണ്ട്, അവിടെ മദ്രസയ്ക്ക് സംഭാവന കൊടുക്കാണ്ട്. വാപ്പാക്ക് പിന്നെയും തുടങ്ങിയാലോ ബോധക്കേട്. അപ്പോഴാ ബോധക്കേട് തുടങ്ങി കൊടുക്കാനുള്ളത് പറഞ്ഞു. നമ്മൾ ചർച്ചയ്ക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഈ സമുദായം, നിങ്ങളല്ല, ഈ സമുദായം ചർച്ചയ്ക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന വിഷയമാണിത്, സക്കാത്ത്. എന്താണിത് കൊടുത്തിട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്? നിങ്ങൾ ആദ്യത്തെ ആയത്തൊന്ന് വായിച്ചു നോക്കാണി. സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 5-6 ആയത്ത്. 5ാമത്തെ ആയത്തിൻ്റെ അവസാനം എന്താ? ഫവൈലുൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത അല്ലേ വഹും ബിൽ ആഖിറതി കാഫിറൂൻ എന്നാണ്. അതായത് സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത് പരലോക നിഷേധികളും ബഹുദൈവ വിശ്വാസികളുമായ ആളുകളുടെ സ്വഭാവമാകുന്നു. സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കാന്ന് തന്നെ അഭിപ്രായമില്ല കേട്ടോ, തിരിച്ചു വായിക്കരുത്. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ മുശ്രിക്കാവുന്നല്ല ഈ പറഞ്ഞത്. ആ സ്വഭാവം അവരുടേതാണ്, അത് നമ്മളുടേതാകാവതല്ല. അത് കൊടുക്കാതെ പോയാൽ ഒന്ന് നോക്കണേ. 3:180 എന്താണ് ആദ്യത്തെ ആയത്ത്? ഫസ്റ്റ് പേജിൽ സെഷൻ 1 എഴുതിയിട്ട് എന്താണ്? വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി. അള്ളാഹു നൽകിയ നിഅമത്തുകൾ ആർക്കും കൊടുക്കാതെ ലുബ്ധ് കാണിക്കുന്നവർ വിചാരിക്കരുത്, ഹുവ ഖൈറുൻ ലഹും, അത് നല്ലതിനാണെന്ന് വിചാരിക്കരുത്. ബൽ ഹുവ ശർറുൻ ലഹും, അത് നല്ലതിനല്ല, അത് ആപത്താവും. സയുതവഖൂന മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ. ആ പിശുക്കി പിടിച്ച് വെച്ചത് അള്ളാഹു പരലോകത്ത് നരകത്തിലിട്ട് പഴുപ്പിച്ച് കഴുത്തിലിട്ട് തരും. വേണോ? തൊട്ട് താഴത്തായത്ത് വെച്ച് നോക്കാടി. കഴുത്തിലിട മാത്രമല്ല, യൗമ യുഹ്മാൻ അലൈഹാ ഫീ നാരി ജഹന്നം, അവ അള്ളാഹു നരകത്തിലിട്ട് പഴുപ്പിക്കും. ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും, അതുകൊണ്ട് നമ്മുടെ നെറ്റിത്തടങ്ങൾ പഴുപ്പിക്കും, പൊള്ളിക്കും, മുതുക് പൊള്ളിക്കും, 2 പാർശ്വഭാഗങ്ങളും പൊള്ളിക്കും. പൊള്ളിപ്പിടഞ്ഞ് ആർത്തട്ടഹസിക്കുമ്പോൾ അള്ളാഹു പറയും, ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും, ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ചത് സ്വന്തമായിട്ട് അനുഭവിക്കാനല്ലേ, അതൂക്കൂ
മാക്കൊന്തും തെക്കിനിസൂൻ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂട്ടിവെച്ചത് അനുഭവിച്ചോളൂ, നിങ്ങൾ ഒറ്റയ്ക്കാണ്ട് അനുഭവിച്ചോളൂ എന്ന് പറയുന്ന. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പൂർത്തിയാക്കാത്തതിനപ്പുറത്തെക്കുറിച്ച് ആലോചിക്കരുത്. ഇത് പൂർത്തിയാവാത്തതിനപ്പുറത്തെക്കുറിച്ച് ആലോചിക്കരുത്. സംഗതി നമ്മൾ സ്വർഗത്തിലാണെങ്കിലും ഈ ചൂട് അവിടെയും വരൂലേ. ഇമാതിരി പൊള്ളിക്കിട ഒരു സ്ഥലത്ത് പിന്നെ സ്വർഗമുണ്ടോ? ഇല്ല. നമ്മൾ അനുഷ്ഠിച്ച ഇബാദത്തുകൾ കൊണ്ട് വല്ല ഫലവും കിട്ടുമോ? നോക്കോളങ്ങൾ. 2 യാത്രക്കാരിങ്ങനെ ഉണ്ടെന്ന് വെച്ചോളൂ. ബസ്സിലാണ്, നിറയെ ആളുകളുണ്ട്. ഒരാളുടെ കയ്യിൽ അയാൾക്ക് ഇറങ്ങേണ്ടുന്ന സ്റ്റോപ്പിലേക്കുള്ള വണ്ടിക്കൂലി മാത്രമേ ഉള്ളൂ. വേറെ നയ പൈസയില്ല, വാച്ചും ഇല്ല, മൊബൈലും ഇല്ല, ഒരു ലോക്കൽ പേന പോലും അയാളുടെ കയ്യിലില്ല. അയാൾ ആ വണ്ടിക്കൂലിയാണ് കൊടുത്ത് കണ്ടക്ടർ ടിക്കറ്റാണ് കൊടുത്തിട്ട് അയാൾ അവിടെ കൂർക്കം വലിച്ചുറങ്ങും. ഉറങ്ങിക്കൂടെ? മറ്റവൻ്റെ പോക്കറ്റിൽ അപ്പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ നിറയെ പൈസ ഉണ്ട്, മൊബൈലുണ്ട്, വാച്ചുണ്ട്, എല്ലാം ഉണ്ട്. ഓൻ എന്താ ചെയ്യുക? ഉറങ്ങോ? ഉറങ്ങാൻ പോയിട്ട് ഓന് മനസ്സമാധാനത്തോടെ മൊബൈലൊക്കെ നോക്കാൻ വരെ പറ്റുമോ? എന്ത് മുതൽ പോകും. പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ആർക്ക്? മുതലുള്ളവന്. അപ്പോൾ കൂടുതൽ പേടിക്കേണ്ടത് ആരാ? മുതലുള്ളവനാ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അനുഷ്ഠിച്ച ഇബാദത്തുകൾ എത്രയാണ്? എണ്ണിയ തീരാത്തതാ. സ്വാഭാവികമായി അത് പോകാതെ നോക്കേണ്ടത് ആരാണ്? നമ്മൾ അല്ലേ? കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് ചീട്ടും കളിച്ച് നാട്ടിൽ കൂടി തെമ്മാടിത്തം കാണിച്ച് കിടക്കണവനടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓനൊന്നും ഇനി പോകാനില്ല. ഉണ്ടോ? അപ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്തേണ്ടത് ഇബാദത്തുള്ളവരായ നമ്മളാണ്. എന്തെങ്കിലും ഒരു വീഴ്ച കാരണം ചെയ്തതൊക്കെ നഷ്ടപ്പെട്ട് അവരോടൊപ്പം ആവരുത്, ഒന്നും ചെയ്യാത്തവരോടൊപ്പം. അതുകൊണ്ട് സക്കാത്ത് അതിന് കൊടുക്കണമെന്നല്ല, ഞാൻ എത്ര കൊടുക്കേണ്ടതെന്ന് ചോദിക്കേണ്ടത്. അവിടേക്ക് എത്ര നമ്മൾ പെരുമർ റളിയല്ലാഹു അൻഹു പറയും, അനസ് ബിൻ മാലിക്കും ഞാനും ഒക്കെ 2 കൊല്ലത്തെ സക്കാത്ത് അഡ്വാൻസ് ചെയ്യുമായിരുന്നു. അടുത്ത 2 കൊല്ലത്തെ കൂടെ അഡ്വാൻസ് ചെയ്യും. അതെന്തിനാന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറഞ്ഞെന്തറിയോ, അക്കൊല്ലം വരുമ്പോൾ കൊടുക്കണ്ടെന്നാ ഇബിലീസ് തോന്നിക്കണമെന്ന് വെച്ചാൽ പെട്ടില്ലേ. ഇതിപ്പോൾ കൊടുത്തിട്ടാൽ എന്തിന് അഡ്വാൻസ് തന്നു എന്ന് ഏതായാലും അല്ലാഹ് ചോദിക്കൂല. ഇനിയിപ്പോൾ അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അപ്പം അത് നോക്കിയാൽ മതിയായിരുന്നു. നമ്മൾ നേരെ തിരിച്ചാ കൊടുക്കണം അത്ര വേണോ എന്നാ ചോദിക്കുന്നത്. പണ്ട് വീട്ടിലേക്ക് പണിക്ക് വന്നിരുന്ന താത്താക്ക് ഒരു തേങ്ങ അരക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് സക്കാത്ത് കൂട്ടിക്കൂടെ എന്നാ ചോദിക്കല്. അല്ലേ? ഓളെ മോള് കല്യാണത്തിന് പോയപ്പോൾ ഇടാൻ മാല ഉണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ മാല ഊരി കൊടുത്തിട്ടുണ്ട്. കടം കൊടുത്തതാണ്, ഇടാൻ കൊടുത്തതാണ്. ഇനിയിപ്പോൾ ആ മാലക്ക് സക്കാത്ത് കൊടുക്കണോ? അത് അടുത്ത ചോദ്യം. മാണെന്ന് പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞിട്ട് കൊടുക്കണ്ടെന്നാണല്ലോ എന്നാ. ഉസ്താദ് പോകും. അറിയില്ല, പണ്ട് NP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മഹാപണ്ഡിതണ്ടായിരുന്നു, ഭയങ്കര തമാശ പറയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഒരാൾ മൈസൂരിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഒരു ബസ് ഇങ്ങനെ വരുന്നത് നോക്കുമ്പോൾ പള്ളിക്കത്തെ മൊയ്ലിയരാണ് ഡ്രൈവർ. ക്ലീനറിൻ്റെ സ്ഥാനത്ത് പള്ളി കമ്മിറ്റി പ്രസിഡൻ്റാണ്, കണ്ടക്ടർ വൈസ് പ്രസിഡൻ്റാണ്, റൈറ്ററായിട്ട് നിൽക്കുന്നത് സെക്രട്ടറിയാണ്. പിന്നെന്താ പേടിക്കാൻ? മൂപ്പര് കൈ കട്ടി ആ വണ്ടി കൈ വണ്ടി നിർത്തി. ഒരാളും കൂടി കിട്ടിയല്ലേ. കയറിയിട്ട് കണ്ടക്ടർ ചോദിച്ചല്ലേ കൊടുക്കാറ്, സ്വർഗത്തേക്ക് എനിക്ക് വണ്ടി മാറി എന്ന് പറഞ്ഞില്ല. ഇത് നരകത്തേക്കുള്ള വണ്ടിയാണ്. ആരതിലെ യാത്രക്കാർ? ഇത്ര യാത്രക്കാരാരാ? അപ്പോൾ അവരല്ലട്ടാ, നമ്മളെ സ്വർഗവും നരകവും നമുക്കുള്ളതാണ്. അവിടെ ഞാൻ പോകണമെന്ന് ഞാൻ തീരുമാനിക്കണം, ഞാൻ എവിടുക്കാൻ പോട്ടെ. ഈ 10 റുപ്യ മുടങ്ങരുത് നമ്മളുടെ യാത്ര. അപ്പോൾ ഞാനൊരു തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും ഞങ്ങളങ്ങോട്ട് നമ്പരുത്. കാരണം നമ്മളെ സംബന്ധിച്ച് മൊയിലേറെ മോനും ഉണ്ടെങ്കിൽ കുന്തം കടത്തിയിടാന്ന് പറയുന്ന ആൾക്കാരെ ഞങ്ങൾ. നിങ്ങളാണെങ്കിൽ കുന്തം നാട്ടി എന്നെ വെക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കും.
അത് കിട്ടണത് ഞങ്ങൾക്കാ അല്ലേ? കിടത്തിയിട്ടാൽ പോണത് ഞങ്ങളതാ. അപ്പോൾ അത് കുറച്ചേ പോളൂ, കിട്ടണത് കൂടുതലും. ഇത് ഞാൻ പറഞ്ഞല്ല, ഖുർആൻ പറഞ്ഞതാ. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅ്കുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിത പുരോഹിതന്മാരിൽ നല്ലൊരു വിഭാഗമുണ്ട്, മനുഷ്യന്മാരെ ശമ്പളം കൊടുക്കണ മുതലാണ് ഓരോ ശമ്പളം. പഠിച്ചോനെ 4 ഖുതുബ നടത്തുന്നതിന് 25,000 ഉറുപ്പ്യാണ് ഒരാൾക്ക് ശമ്പളം. 4 ക്ലാസ് നടത്തുന്നതിന് 25,000 ഉറുപ്പ്യ മാസ ശമ്പളവും, പിന്നെ 2,000 ഉറുപ്പ്യ ചെയ്ത ഓരോ യാത്രക്കും ടിയും. ഈ വാങ്ങണ ചങ്ങായിയുടെ പേരെന്തറിയോ? എൻ്റെ പേരാ. എന്നിട്ട് ആ ജനത്തോട് ഞാൻ അവരെ പരലോകത്ത് രക്ഷപ്പെടുത്തേണ്ട കാര്യം പറയാതെ കഴിഞ്ഞാൽ ഈ ആയത്ത് എനിക്കെതിരാ ആണോ? പള്ളി മെമ്പറുകൾ കൈകാര്യം ചെയ്ത് 3,00,000 ഉറുപ്പ്യ മാസം വരുമാനം വാങ്ങുന്ന ഒരു അപൂർവ പടപ്പാണിത്. എന്നിട്ടിത് പറഞ്ഞില്ലല്ലോ. പോയില്ലേ? ഇന്നെക്കാൾ ഈമാനുള്ള മനുഷ്യന്മാരാണ് എൻ്റെ മുമ്പിലുള്ളത്. അവരെങ്ങാനും പറഞ്ഞാൽ പഠിച്ചോനെ മിസ്കാത്തി അവിടെ വന്നീന്ന്, എറണാകുളത്ത് വന്നീന്ന്, കാക്കനാട്ട് വന്നീന്ന്. എന്നിട്ട് അച്ചങ്ങായി ഇത് മാത്രം പറഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞാളും എന്നെ കുറിച്ചിട്ട്. ഇനി നിങ്ങൾ പറയില്ല. അതുകൊണ്ട് അതാ കൊടുത്തളേ. അവിടെ നഷ്ടമില്ല, ലാഭമല്ലാതെ ഒന്നുമില്ല. അടുത്ത പോയിൻ്റ്, രാത്രി നമസ്കാരം റമദാന് മുമ്പ് ചെയ്യേണ്ടതാ. അത് ഇക്ക് മിസ്കാത്തിനൊരു പേരുണ്ട്. കോളേജ് ചെന്നാൽ സാറാണ്, വീട്ടിൽ ചെന്നാൽ കുട്ടികൾക്ക് വാപ്പയാണ്, പേരക്കുട്ടികൾക്ക് ഉപ്പപ്പയാണ്, അയൽപ്പക്കക്കാർക്ക് ഞാൻ കാക്കുവാണ്, പെങ്ങന്മാരെ മക്കൾക്ക് അമ്മാവനാണ്, ജ്യേഷ്ഠന്മാരെ മക്കൾക്ക് ആപ്പയാണ്, എല്ലാം ഞാനാണ് അല്ലേ? റമദാനിൽ നിസ്കരിക്കുമ്പോൾ ഖിയാം റമദാനാണ്, രാത്രിയിലാകുമ്പോൾ ഖിയാം ലൈലാണ്, ഒന്ന് ഉറങ്ങി നിസ്കരിക്കുമ്പോൾ തഹജ്ജുദ് എന്ന പേര്. അവസാനം ഒറ്റയായിട്ടാണുള്ളത്, ഒറ്റയാക്കണം എന്നുള്ളത് കൊണ്ട് വിത്ർ എന്നും പറയും. ഇടയ്ക്കൊന്ന് ഉറങ്ങാൻ കിടക്കുക, ഒന്ന് വിശ്രമിക്കുക എന്നുള്ളതുകൊണ്ട് തറാവീഹ് എന്നും പറയും. എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? അത് മാസം കണ്ടാൽ മാത്രം തുടങ്ങേണ്ട ഒരു സംഗതിയും അടുത്ത മാസം കണ്ടാൽ നിർത്തേണ്ടതുമായൊരു സംഗതിയല്ല. അപ്പോൾ അത് റമദാൻ്റെ മുമ്പേ തുടങ്ങണം. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് പള്ളി ആൾക്കാരെ കൊണ്ടൊന്ന് അറിയും. ഇശാക്ക് എന്തിനാ? മാസം കാണുന്ന ദിവസമാണ് തറാവീഹ് നിസ്കരിക്കാനേ. ഇശാക്കല്ല വരിക, പിന്നെ എപ്പോഴാണ് വരിക? ഒന്ന് ഫർളാണ്, ഒന്ന് സുന്നത്താ. ഫർളിനല്ല വരുന്നത്, സുന്നത്തിനാ. 29 നോമ്പും കഴിഞ്ഞാൽ 29ാമത്തെ നോമ്പ് നോറ്റിട്ട് അന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാമും മിമ്പറും മിറാബൊക്കെ എന്നാൽ എവിടുക്കാ? തറാവീഹ് നിസ്കരിക്കാം. എന്തത്ര ധൃതി? അല്ല മാസം കാണുമോ നോക്കുക എന്നാണ്. കണ്ടാൽ ഈ വണ്ടിയും വലയും കുറച്ച് ദിവസമായി മരക്കടാൻ തുടങ്ങിയിട്ട് ഇതിന് ഒഴിവില്ല തന്നെ. ഇത് എറണാകുളംകാരുടെ കാര്യമല്ല, പൊൻപാറക്കാർ അടുത്തിലട്ടക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാറണം. ഒരു റക്കായത്തെങ്കിലും 3 റക്കായത്ത് 5 റക്കായത്ത് അത് തുടരണം. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ റമദാൻ ഇങ്ങോട്ട് വന്നു വീഴും. അപ്പോൾ പുതുതായിട്ടൊന്നും പിന്നീട് കൂട്ടാനുണ്ടാവില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് റമദാനിന് മുമ്പ് ചെയ്യേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ. ഇതിൽ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? അപ്പോൾ നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിച്ചൂടെ? ബിസ്മില്ലാഹ്.